വാർത്തകൾ നമുക്ക് വിശദമായി നോക്കാം. SDPI ബന്ധത്തെ ചൊല്ലി ആലപ്പുഴയെ CPM-ൽ പൊട്ടിത്തെറി. ചെങ്ങന്നൂർ ചെറിയനാട് സൗത്ത് ലോക്കൽ സെക്രട്ടറിയുടെ SDPI ബന്ധത്തെ തുടർന്ന് 38 അംഗങ്ങൾ കൂട്ടത്തോടെ രാജിവെച്ചു. LC സെക്രട്ടറി ഷീദ് മുഹമ്മദിന്റെ ബിസിനസ് പങ്കാളിയാണ് SDPI നേതാവ്. LC സെക്രട്ടറിയുടെ സ്വന്തം വാർഡിൽ SDPI ജയിച്ചതിനു പിന്നിലും ഒത്തുകളിയാണെന്ന് ആരോപണമുണ്ട്. 4 ബ്രാഞ്ച് സെക്രട്ടറിമാരും വർഗ ബഹുജന സംഘടനകളുടെ ഭാരവാഹികളുമാണ് കൂട്ടത്തോടെ രാജിവെച്ചത്. രാജിക്കത്തുകളുടെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ആലപ്പുഴയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈറ്റില്ലമായ കുട്ടനാടിന് പുറമെ ചെങ്ങന്നൂരിലും പാർട്ടിയിൽ കൂട്ടരാജി തുടരുകയാണ്. പാർട്ടിക്കുള്ളിലെ ഉൾപാർട്ടി പോരാണ് കുട്ടനാട്ടിൽ പ്രതിസന്ധി സൃഷ്ടിച്ചതെങ്കിൽ ഒരു പടി കൂടി കടന്ന് ചെങ്ങന്നൂരിൽ SDPI ബാന്ധവമാണ് പ്രതിസന്ധി നൽകുന്നത്. ചെങ്ങന്നൂർ ചെറിയനാട് സൗത്ത് ലോക്കൽ കമ്മിറ്റി കീഴിലുള്ള 38 പാർട്ടി അംഗങ്ങളാണ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഷീദ് മുഹമ്മദിന്റെ SDPI ബന്ധത്തെ തുടർന്ന് CPM ജില്ലാ സെക്രട്ടറി R നാസറിന് രാജിയും സംസ്ഥാന നേതൃത്വത്തിന് പരാതിയും നൽകിയത്. കൊല്ലകടവിൽ പ്രവർത്തിക്കുന്ന K-ടൗൺ കഫേ എന്ന സ്ഥാപനം ഷീദ് മുഹമ്മദിന്റെയും SDPI പോപ്പുലർ ഫ്രണ്ട് പ്രാദേശിക നേതാവ് അഷാദിന്റെയും ഉടമസ്ഥതയിലുള്ളതാണെന്ന് പ്രവർത്തകർ വ്യക്തമാക്കുന്നു. ചെങ്ങന്നൂർ ABVP നേതാവ് വിശാൽ വധക്കേസ് പ്രതിയും SDPI പ്രവർത്തകനുമായ ആഷിഖിനൊപ്പം LC സെക്രട്ടറി സ്ഥാപനത്തിന്റെ കൗണ്ടറിൽ നിൽക്കുന്ന ചിത്രങ്ങളടക്കം ഉൾപ്പെടുത്തിയാണ് പരാതി. സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത വർഗീയവിരുദ്ധ സദസ്സും ചെറിയനാട് നടത്താത്തതിന് പിന്നിലെ കാരണം പരിശോധിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. സ്വന്തം വാർഡിൽ CPM-ന്റെ സിറ്റിംഗ് സീറ്റിൽ SDPI സ്ഥാനാർത്ഥി വിജയിച്ചതിന് പിന്നിലും CPIM 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടതും രഹസ്യ ബാന്ധവത്തിന്റെ തെളിവാണെന്ന് രാജിക്കത്തിൽ പ്രവർത്തകർ ആരോപിക്കുന്നു. ഓട്ടാഫീസ്, കൊരണ്ടിപ്പള്ളിശ്ശേരി, ചെറുമിക്കാട്, ആഞ്ഞിലിച്ചൂട് എന്നീ CPM ബ്രാഞ്ചുകളിലെ സെക്രട്ടറിമാരും SFI ചെങ്ങന്നൂർ ഏരിയ സെക്രട്ടറി, DYFI ബ്ലോക്ക് വൈസ് പ്രസിഡന്റ്, CI2 ചെങ്ങന്നൂർ ഏരിയ സെക്രട്ടറി, SFI ചെറിയനാട് സൗത്ത് മേഖലാ സെക്രട്ടറി, DYFI യൂണിറ്റ് സെക്രട്ടറിമാർ, KSKTU മേഖലാ സെക്രട്ടറി എന്നീ പ്രമുഖർ രാജിവെച്ചവരിൽ ഉൾപ്പെടുന്നു. ഏരിയ നേതൃത്വത്തെ സമീപിച്ചിട്ടും ഫലം കാണാതായതോടെ ഫെബ്രുവരി 22-ന് ചാരമൂട് വെച്ച് ജില്ലാ സെക്രട്ടറി R നാസറിന് ഇവർ രാജിക്കത്ത് നേരിട്ട് കൈമാറുകയായിരുന്നു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സജി ചെറിയാന്റെ സ്വന്തം തട്ടകത്തിലാണ് വർഗശത്രുക്കളുമായുള്ള രഹസ്യ ബാന്ധവത്തിന്റെ പേരിൽ പാർട്ടിയുടെ യുവനിര ഒന്നടങ്കം രാജിവെച്ചതെന്നതാണ് ശ്രദ്ധേയം. തിങ്കളാഴ്ച R നാസറിന്റെ നേതൃത്വത്തിൽ പ്രശ്നപരിഹാരത്തിന് ചെങ്ങന്നൂരിൽ ഏരിയ കമ്മിറ്റി യോഗം വിളിച്ചിട്ടുണ്ട്. ഏരിയ നേതൃത്വത്തെ പലതവണ സമീപിച്ചിട്ടും പ്രശ്നപരിഹാരമാകാതായതോടെയാണ് ജില്ലാ നേതൃത്വത്തെ ചെങ്ങന്നൂരിലെ യുവനിര സമീപിച്ചിരിക്കുന്നത്. ഇതിനകത്ത് പാർട്ടി എന്ത് നിലപാട് കൈക്കൊള്ളുമെന്നുള്ളതാണ് വരും ദിവസങ്ങളിൽ കാത്തിരുന്നു കാണേണ്ടത്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. വാർത്തയുടെ പ്രതികരണങ്ങൾ നോക്കാം. ഒരിക്കൽ ചർച്ച ചെയ്ത് പരിഹരിച്ച വിഷയമാണെന്നും അന്വേഷിച്ച ശേഷം കൂടുതൽ പ്രതികരിക്കാമെന്നും CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R നാസർ ന്യൂസ് 18നോട് പറഞ്ഞു. അതേസമയം കോൺഗ്രസ് വിമർശനവുമായി രംഗത്തെത്തി. SDPIയെ വളർത്താൻ ആണ് CPM ശ്രമിക്കുന്നതെന്ന് കോൺഗ്രസ് നേതാവ് AA ഷുക്കൂർ ആരോപിച്ചു. ചെങ്ങന്നൂരിൽ മാത്രമല്ല ആലപ്പുഴയിലെ പല കേന്ദ്രങ്ങളിലും CPM SDPI ബാന്ധവം സജീവമാണ്. അമ്പലപ്പുഴയിൽ ഇത് പ്രകടമായ തെളിവാണെന്നും ഷുക്കൂർ പറഞ്ഞു. ചെങ്ങന്നൂർ മാത്രമല്ല ആലപ്പുഴ ജില്ലയിലെ പല സുപ്രധാന കേന്ദ്രങ്ങളിലും ഇവർ തമ്മിൽ ഒരുമിച്ചാണ്. അതിന്റെ ഏറ്റവും പ്രകടമായ തെളിവ് അമ്പലപ്പുഴയാണ്. അമ്പലപ്പുഴ MLA-യോട് ചോദിച്ചാൽ അതിന്റെ വിശദാംശങ്ങൾ അറിയാം. പക്ഷെ ഒരിക്കലും അവരിതൊന്നും പുറത്തു വരാൻ സമ്മതിക്കില്ല. പുറത്തു വന്നാലുണ്ട് അത് അംഗീകരിക്കാനും തയ്യാറാകില്ല. ആലപ്പുഴയിലെ CPM-ൽ സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിക്കുന്നു എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. അതിനെതിരെ നടപടിയെടുക്കാൻ തയ്യാറാകണമെന്നും വെള്ളാപ്പള്ളി ആവശ്യപ്പെട്ടു. ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പ്രത്യേകിച്ചും ആരിൽ നിന്നും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അത് കൂടുതലുള്ളതായിട്ട് വിശദീകരിക്കുകയും പ്രത്യേകിച്ചും മയക്കുമരുന്നുകളിലും വല്ല കള്ളക്കടത്തുകളിലും പ്രതിയായ ആളുകളെ പാർട്ടിയുടെ ഉന്നതയിൽ നിൽക്കുന്നു എന്നുള്ളതിൻ്റെ പേര് സംരക്ഷിക്കുന്നു എന്നുള്ള ഒരു സത്യം അണികൾ തന്നെ ശക്തമായിട്ടുണ്ട്. പലരും പറയാൻ പഠിക്കുന്നു എങ്കിൽ പോലും അതൊരു സാമൂഹിക സത്യം ഇന്ന് നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ആലപ്പുഴയിലെ ഈ ഒരു ആക്ഷേപം പൊതുവെ നിലനിൽക്കുന്നുണ്ട്. അതിനെതിരെ ഉള്ള ശക്തമായ നടപടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. KPCC അധ്യക്ഷനെ ലക്ഷ്യമിട്ട് കോൺഗ്രസിൽ വീണ്ടും കലാപക്കൊടി. MK രാഘവന് പിന്തുണയുമായി എത്തിയ K മുരളീധരൻ MP വിമർശനങ്ങൾ അച്ചടക്ക ലംഘനമല്ലെന്നും തനിക്കും നേതൃത്വത്തോട് വിയോജിപ്പുണ്ടെന്നും പരസ്യമാക്കി. എന്നാൽ പൊതുവേദിയിൽ വിമർശനങ്ങൾ ശരിയായില്ലെന്ന് ആയിരുന്നു KC വേണുഗോപാലിന്റെ പ്രതികരണം. ആരും ഒന്നും പറയാൻ തയ്യാറില്ല.
രാജാവ് നഗ്നനാണെന്ന് പറയാൻ ആരും തയ്യാറില്ല. പറഞ്ഞാൽ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുമെന്നുള്ളത് വലിയ പ്രശ്നമായി ഇത് മാറിയിരിക്കുകയാണ്. സ്ഥാനം വേണമെങ്കിൽ, മാനം വേണമെങ്കിൽ ഒന്ന് മിണ്ടാതിരിക്കുക എന്ന രീതിയിലാണ് ഇന്നത്തെ പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിക്ക് സാഹചര്യം പറയേണ്ടി വരുന്ന ദുഃഖമുണ്ട്. കോൺഗ്രസിൽ സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ മിണ്ടാതിരിക്കണമെന്ന MK രാഘവൻ MPയുടെ വിമർശനം ഒറ്റപ്പെട്ടതല്ലെന്ന് തെളിയിക്കുന്നു കെ മുരളീധരൻ MPയുടെ തുറന്ന പിന്തുണ. പ്ലീനറി സമ്മേളനത്തിലും സമാനമായ വിമർശനം ഉയർന്നെന്നും രാഘവന്റെ പ്രസംഗം പാർട്ടി വേദിയിൽ തന്നെയാണെന്നും കെ മുരളീധരൻ. അനർഹർ നോമിനേഷനിലൂടെ കടന്നുകയറുന്നുവെന്നും പരസ്പരം ചർച്ച നടക്കുന്നില്ലെന്നും കെ മുരളീധരൻ കുറ്റപ്പെടുത്തി. KPCC അധ്യക്ഷൻ ഉടൻ രാഷ്ട്രീയകാര്യ സമിതി വിളിക്കണം. അല്ല, ഗൂഢലക്ഷ്യം എന്താണെന്ന് പ്രസിഡന്റിനോട് നിങ്ങൾ നേരിട്ട് ചോദിക്കുന്നതാണ് നല്ലത്. ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ അഭിപ്രായം പറയുന്നു. അത് മൊത്തത്തിൽ പല സംശയങ്ങളും ഉണ്ട് പല പ്രവർത്തകർക്കും. അത് പലരും പല രീതിയിൽ പ്രകടിപ്പിക്കുന്നു മാത്രം. പിന്നെ ഞാൻ പ്രകടിപ്പിച്ചാൽ വിവാദമാകുന്നുള്ളതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. മിണ്ടാതിരുന്നാൽ കുറച്ചുകൂടെ ഒരു ഗ്രേസ് മാർക്ക് കിട്ടും. രാഘവന് പാർട്ടിക്കകത്ത് തന്നെ വിമർശനങ്ങൾ ഉന്നയിക്കാൻ അവസരമുണ്ടായിരുന്നെന്നും ചർച്ചകൾ പുറത്തു പറയുന്നത് ശരിയല്ലെന്നും KC വേണുഗോപാലിന്റെ മറുപടി. പൊതുമധ്യത്തിൽ അഭിപ്രായങ്ങൾ പറയുന്നത് പാർട്ടിയെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായകരമാക്കില്ല. പാർട്ടി വേദികളിൽ പറയണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. വിവാദത്തിൽ KPCC അധ്യക്ഷൻ പ്രതികരിക്കുമെന്ന് പറഞ്ഞൊഴിയുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അല്ല, ഞാനതിനെ കുറിച്ച് പറയണത് ശരിയല്ലല്ലോ. സംഘടനാപരമായ ഒരു തീരുമാനമാണ് ആ കാര്യത്തിൽ വേണ്ടത്. അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടത് KPCC പ്രസിഡന്റാണ്. ശശി തരൂരിന് തുറന്ന പിന്തുണ പ്രഖ്യാപിച്ച MK രാഘവൻ നേരത്തെ തന്നെ നേതൃത്വത്തിന്റെ കണ്ണിലെ കരടാണ്. MK രാഘവന്റെ പരാമർശങ്ങൾ അനവസരത്തിലാണെന്നും നേതൃത്വത്തെ അപകീർത്തിപ്പെടുത്തുന്നതാണെന്നുമാണ് DCC അധ്യക്ഷൻ നൽകിയ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം. പക്ഷേ നടപടിയുണ്ടായാൽ MK രാഘവൻ ഒറ്റയ്ക്കാകില്ലെന്ന സൂചന കെ മുരളീധരന്റെ പ്രതികരണത്തിൽ ഉണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന ജനകീയ പ്രതിരോധ ജാഥയിൽ പങ്കെടുക്കാൻ LDF കൺവീനർ EP ജയരാജൻ തൃശൂരിലെത്തി. ജാഥ തുടങ്ങി 13ാം ദിവസമാണ് EP ജയരാജൻ പങ്കെടുക്കുന്നത്. താൻ എപ്പോഴും യാത്ര ചെയ്യാറുണ്ടെന്നും വാർത്തകൾ ഉണ്ടാക്കാനും ഇല്ലാതാക്കാനും മാധ്യമങ്ങൾക്ക് സാധിക്കുമെന്നുമായിരുന്നു ഇന്ന് രാവിലെ EP ജയരാജന്റെ പ്രതികരണം. എന്റെ പാർട്ടി സെക്രട്ടേറിയറ്റ് സംസ്ഥാന കമ്മിറ്റി പറയുന്നതൊക്കെ ഞാൻ നിങ്ങളോട് പറയും ധരിച്ചോ? ഞാൻ എപ്പോഴും സജീവമുണ്ടല്ലോ. ഞാനിപ്പോ യാത്രയിലാണല്ലോ. ഇവിടെ വന്നത് ഇതിൽ വന്നതിൽ യാത്രയിലാണല്ലോ. ഞാൻ കേരളത്തിലെ പല ഭാഗങ്ങളിൽ പോവുകയും പരിപാടികളിലൊക്കെ പങ്കെടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരു നിങ്ങളുടെ ഈ ഉന്നയിക്കുന്ന പ്രശ്നം തന്നെ പ്രസക്തിയുള്ളതല്ല. ഇത് നിങ്ങൾക്ക് വാർത്തയുണ്ടാക്കാൻ നല്ല മാധ്യമപ്രവർത്തകരായതുകൊണ്ട് നിങ്ങൾ EMS പറയും പോലെ സൽബുദ്ധികളും കുബുദ്ധികളും, അതുകൊണ്ട് വാർത്ത ഉണ്ടാക്കാനും ഇല്ലായ്മ ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. പക്ഷെ നിങ്ങളോടൊന്നേ എനിക്ക് പറയുള്ളൂ, മാധ്യമധർമ്മം പാലിക്കണം. അവരെല്ലാം ഫോണിൽ ബന്ധപ്പെടാറുണ്ട്. ഫോണിൽ ബന്ധപ്പെട്ടിട്ട് പിന്നെ നിങ്ങൾ ഞങ്ങളുമായി സഹകരിക്കണം, അതുകൊണ്ട് നിങ്ങൾ നല്ലൊരു ഞങ്ങളുടെ പ്രിയപ്പെട്ട കസ്റ്റമറാണ്, അതുകൊണ്ട് നിങ്ങൾ പിന്നെ വിഷമിച്ചതിന് ഞങ്ങൾക്ക് ദുഃഖമുണ്ട്, നിങ്ങൾക്കുണ്ടായിട്ടുള്ള വിഷമത്തിന് ഞങ്ങൾക്ക് ദുഃഖമുണ്ട്, അതുകൊണ്ട് ഇത് പരിഹരിക്കണമെന്നൊക്കെ അദ്ദേഹം ആവശ്യപ്പെടാറുണ്ട്. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ നിലപാട് എന്താണെന്ന് നിങ്ങൾ എന്നെ അറിയിക്കും. ഞാൻ എൻ്റെ നിലപാട് പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിനുശേഷം ആവശ്യമായ പരിശോധന നടത്തി നടപടികൾ സ്വീകരിക്കാം. അവർ അതിൻ്റെ ചീഫ് മാനേജർ തന്നെ വിളിച്ചിരുന്നു. നമ്മുടെ റീജിയണൽ മാനേജർ, അദ്ദേഹം ഒരു മലയാളിയാണ്, ഇവിടെ ബോംബെയിലാണ്. അദ്ദേഹം പറഞ്ഞു അവരുടെ ലെറ്റർ വരുന്നതിനനുസരിച്ച് ആവശ്യമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കാമെന്നുള്ള കത്ത് വരട്ടെ എന്നിട്ട് പറഞ്ഞു. കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ മുഖ്യമന്ത്രിക്കെതിരെ KSU യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. കറുത്ത വസ്ത്രമണിഞ്ഞെത്തിയ KSU പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. സർവകലാശാല കവാടത്തിന് പുറത്ത് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധമുണ്ടായി. കറുത്ത മാസ്കും വസ്ത്രവും ധരിച്ചായിരുന്നു പ്രതിഷേധം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു.
250 കോടി രൂപയുടെ അടിസ്ഥാന വികസന പദ്ധതികളുടെ ഉദ്ഘാടനം സർവകലാശാല ക്യാമ്പസിൽ മുഖ്യമന്ത്രി നിർവഹിച്ചു. ഡൽഹിയിൽ മോദി ചെയ്യുന്നതാണ് കേരളത്തിൽ പിണറായി വിജയൻ ചെയ്യുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സെൻട്രൽ ഏജൻസിയുടെ പബ്ലിക് ഡോക്യുമെന്റ് ആണ് നിയമസഭയിൽ വായിച്ചത്. മാത്യു കുഴൽനാടൻ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. ഇതിന് എന്തിനാണ് മുഖ്യമന്ത്രി പൊട്ടിത്തെറിക്കുന്നതെന്ന് സതീശൻ ചോദിച്ചു. കുഴൽനാടൻ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. കുഴൽനാടൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഞാൻ അവിടെ ആവർത്തിച്ചിട്ടുണ്ട്. അതായത് ഒരു സെൻട്രൽ ഏജൻസി ഒരു കോടതിയിൽ റിമാൻഡ് റിപ്പോർട്ടിന്റെ കൂടെ വച്ച ഒരു രേഖ നമ്മൾ നിയമസഭയിൽ വായിക്കുന്നതിന് എന്താ കുഴപ്പം? അത് ഇറ്റ്സ് എ ഡോക്യുമെന്റ്, ഇറ്റ്സ് എ പബ്ലിക് ഡോക്യുമെന്റ്. അതൊരു രഹസ്യ ഡോക്യുമെന്റ് അല്ല, രാജ്യത്തെ രഹസ്യത്തെ ബാധിക്കുന്ന ഒരു രേഖയല്ല. കോടതിയിൽ അപ്പുറത്തെ ഭാഗത്തിന് നോട്ടീസ് കൊടുത്തുകൊണ്ട് ED റിമാൻഡ് റിപ്പോർട്ടിന് വച്ച ഒരു രേഖ, ആ രേഖയിൽ ശിവശങ്കറും സ്വപ്ന സുരേഷും തമ്മിൽ നടത്തിയ വാട്സാപ്പ് സന്ദേശത്തിന്റെ കാര്യമാണ് അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. അത് അവർ എവിഡൻസ് ആണ്, സയന്റിഫിക് എവിഡൻസ് ആണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. ക്ലിഫ് ഹൗസിൽ മുഖ്യമന്ത്രിയും ശിവശങ്കറും കോൺസുലേറ്റ് ജനറലും അതുപോലെ സ്വപ്ന സുരേഷും എല്ലാവരും ചേർന്ന് യോഗം ചേർന്നു എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. അതിൽ മുഖ്യമന്ത്രി ഇത്ര പൊട്ടിത്തെറിക്കണം എന്തിനാ? ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് ഇനിയും നിരവധി കാര്യങ്ങൾ പുറത്തുവരുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുഖ്യമന്ത്രി പറഞ്ഞതെല്ലാം പച്ചക്കള്ളമാണ്. അനിൽ അക്കരെ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ആരോപണം ഉന്നയിച്ചതെന്നും സതീശൻ പറഞ്ഞു. കേരളത്തിൽ BJP അധികാരത്തിൽ വരുമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവനയ്ക്കെതിരെ നേതാക്കൾ. ആ പൂതി മനസ്സിൽ വെച്ചാൽ മതിയെന്നും കേരളത്തെ മോദിക്ക് അറിയില്ല എന്നും KC വേണുഗോപാൽ പറഞ്ഞു. പണാധിപത്യത്തിലേക്ക് നയിക്കുന്ന BJPയുടെ ഏറെക്കാലത്തെ മോഹമാണിതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പ്രതികരിച്ചു. इसलिए मुझे विश्वास है कि आने वाले वर्षों में भी जैसे नागालैंड में हुआ है, जैसे मेघालय में हुआ है, जैसे गोवा में होता रहा है, केरला में भी भाजपा गठबंधन की सरकार बनेगी. കേരളം പിടിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവനയ്ക്കെതിരെ ശക്തമായ പ്രതികരണമാണ് ഉയരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒറ്റ സീറ്റ് പോലും കിട്ടാൻ പോകുന്നില്ലെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. മോദി കേരളത്തെ മോഡി ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല, അതിന്റെ ലക്ഷണമാണ് അത് അദ്ദേഹം ഇനിയും മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ. ഇവിടെ 0 സീറ്റായിരിക്കും കേരളത്തിൽ BJPക്ക് പാർലമെന്റിൽ കിട്ടാൻ വേണ്ടി പോകുന്നത്. ഞാൻ വെല്ലുവിളിച്ച് പറയാണ്. കേരളം പിടിക്കുമെന്ന് BJPയും മോദിയും പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. BJP പണാധിപത്യത്തിലേക്കാണ് രാജ്യത്തെ നയിക്കുന്നതെന്നും ഗോവിന്ദൻ പറഞ്ഞു. ഇത് പറയാൻ തുടങ്ങിയത് കുറെ വർഷമായി. അടുത്തത് കേരളമാണെന്നാണ് അന്ന് പറഞ്ഞത്. 30 സീറ്റ് ഞങ്ങൾ പിടിച്ചാൽ കേരളം ഭരിക്കുന്നതാണ്. എങ്ങനെയാ ഭരിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് അത് ഗോവ മോഡലായി. രാഷ്ട്രീയ നേതാക്കൾ അവരുടെ ആഗ്രഹം പറയുക സ്വാഭാവികമാണെന്നായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലം വരുന്നതുവരെ ഓരോ പാർട്ടികളും അവരുടേതായ ആഗ്രഹങ്ങൾ പറയുക സ്വാഭാവികമാണ്. അതിന് നമ്മൾ എതിർത്തിട്ട് കാര്യമില്ല. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കൊച്ചി ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിലെ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. നാവികസേന ഹെലികോപ്റ്ററുകൾ ഉൾപ്പെടെ തീ കെടുത്താനുള്ള ശ്രമത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്ലാന്റിലെ ഏക്കർ കണക്കിന് സ്ഥലത്ത് മുഴുവനായും തീ പടർന്നതിനാൽ നഗരമെങ്ങും കനത്ത പുക തങ്ങി നിൽക്കുകയാണ്. വിവിധ സേനാ വിഭാഗങ്ങളുടെയും BPCLന്റെയും അഗ്നിരക്ഷാ സംവിധാനങ്ങളുമായാണ് പ്ലാന്റിലെ തീ കെടുത്താനുള്ള ശ്രമം തുടരുന്നത്. ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചും തീയണയ്ക്കാൻ ശ്രമിക്കുകയാണ് അധികൃതർ. 110 ഏക്കറോളം വരുന്ന സ്ഥലത്തെ 70 ഏക്കറിലധികം ഏരിയയിൽ തീ പടർന്നതായാണ് കണക്ക്. നാവികസേനയുടെ ഹെലികോപ്റ്ററുകൾ ആകാശ നിരീക്ഷണം നടത്തുകയും ALH സീക്കിംഗ് ഹെലികോപ്റ്ററുകൾ ദൗത്യത്തിൽ പങ്കെടുക്കുകയുമാണ് ചെയ്യുന്നത്. തീ ഉടൻ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് മേയർ അഡ്വക്കേറ്റ് M. അനിൽകുമാർ പറഞ്ഞു. ഏത് വിധേനയും ഇന്നുകൊണ്ട് തീ നിയന്ത്രണ വിധേയമാക്കുക എന്നുള്ള ഒരു പരിശ്രമത്തിലാണ് അവർ. തീപിടുത്തത്തെ തുടർന്ന് പുലർച്ചെ കൊച്ചി നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും കനത്ത പുക മൂടിക്കിടക്കുന്ന അവസ്ഥയാണ്. അന്തരീക്ഷം മൊത്തം പുകപടലമാണ്. നമുക്ക് ഒരു നിശ്ചിത സമയത്തിൽ കൂടുതൽ ഇവിടെ എക്സ്പോസറായി നിൽക്കാൻ കഴിയില്ല. ഇപ്പം കാറ്റ് അനുകൂലമായതുകൊണ്ട് നമുക്കിവിടെ നിൽക്കാൻ തന്നെ കഴിയുന്നത്. അല്പം കഴിയുമ്പോൾ വിൻഡ് ഡയറക്ഷൻ മാറുകയാണെങ്കിൽ മൊത്തം നമുക്ക് ഈ പണികൾ നിർത്തിവെക്കേണ്ടി വരും. അങ്ങനെ ഒരു ഭയങ്കര പ്രതികൂലമായ ഒരു കാലാവസ്ഥയുടെ ഒരു പ്രശ്നം കൂടെ നമുക്കുണ്ട്. പ്ലാന്റിലെ തീപിടുത്തം മൂലം ഇവിടേക്കുള്ള മാലിന്യ നീക്കം തടസ്സപ്പെട്ടതിനാൽ നഗരത്തിൽ പലയിടത്തും മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നുണ്ട്.
നഗരസഭാ ഭരണത്തിലെ വീഴ്ചയായി തീപിടുത്തത്തെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള പ്രതിപക്ഷ നീക്കവും ശക്തമായിട്ടുണ്ട്. ബ്രഹ്മപുരത്തെ തീയണയ്ക്കാൻ നേവിയുടെ ഹെലികോപ്റ്ററുകൾ കൂടിയെത്തി. ഇതാദ്യമായി നേവിയുടെ ഹെലികോപ്റ്ററുകൾ കൂടി ബ്രഹ്മപുരത്തെത്തുമ്പോൾ തീപിടുത്തത്തിന്റെ വ്യാപ്തിയും വ്യക്തമാണ്. സാധ്യമായ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ബ്രഹ്മപുരത്തെ പ്ലാന്റിലെ തീയണയ്ക്കാനാണ് അധികൃതരുടെ ശ്രമം. ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. തൃശൂർ കുട്ടനെല്ലൂരിൽ കാർ ഷോറൂമിൽ വൻ തീപിടുത്തം. 3 ആഡംബര വാഹനങ്ങൾ കത്തിനശിച്ചു. 3 കോടി രൂപയുടെ നഷ്ടം ഉണ്ടായെന്നാണ് പ്രാഥമിക നിഗമനം. കാർ ഷോറൂമിലും സർവീസ് സെന്ററിലും ഉണ്ടായിരുന്ന വാഹനങ്ങൾ പെട്ടെന്ന് നീക്കി. ഇരുനില കെട്ടിടം പൂർണ്ണമായും കത്തിയമർന്നു. തൃശൂർ ജില്ലയിലെ 8 ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ് തീ അണച്ചത്. ഷോറൂമിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചിരുന്നില്ല എന്ന് ജില്ലാ ഫയർ ഓഫീസർ അരുൺ ഭാസ്കർ പറഞ്ഞു. വണ്ടികൾ എത്ര പോവാമോ? സംസ്ഥാനത്ത് ഇന്നും പകൽ താപനില ഉയരും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില സാധാരണയിൽ നിന്ന് 3 ഡിഗ്രി മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. ഈ ജില്ലകളിൽ ശരാശരി ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് മുതൽ 39 ഡിഗ്രി വരെ ആകാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ഇന്നലെയും കണ്ണൂരിൽ 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില എത്തി. എയർപോർട്ടിൽ 41.3 ഡിഗ്രി സെൽഷ്യസും ഇരിക്കൂറിൽ 40.8 ഡിഗ്രി സെൽഷ്യസുമായിരുന്നു താപനില. പുലർച്ചെ തണുപ്പ് തുടരുന്നുണ്ട്. മേഘാലയയിൽ ഹിൽ സ്റ്റേറ്റ് പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട 2 MLA-മാർ NDPക്ക് സർക്കാർ രൂപീകരിക്കാനുള്ള പിന്തുണ പിൻവലിച്ചു. കോൺറാഡ് സാങ്മ വെള്ളിയാഴ്ച ഗവർണർക്ക് സമർപ്പിച്ച 32 പേരുടെ പിന്തുണ കത്തിൽ HSPDP MLA-മാരുടെ പേര് രേഖപ്പെടുത്തിയിരുന്നു. പുതിയതായി മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യാൻ 7-ാം തീയതിയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ത്രിപുരയിൽ വീണ്ടും അധികാരത്തിലെത്തിയ BJP ആര് മുഖ്യമന്ത്രിയാകും എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനത്തിൽ എത്തിയിട്ടില്ല. കേന്ദ്ര സഹമന്ത്രി പ്രതിമ ഭൗമിക് കൂടി BJP പരിഗണിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പ്രഖ്യാപനം അതുകൊണ്ട് തന്നെ നീണ്ടേക്കാം. പ്രതിമ വന്നാൽ ത്രിപുരയിൽ ആദ്യ വനിതാ മുഖ്യമന്ത്രിയായിരിക്കും അവർ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച പ്രതിമ ഭൗമിക് MP-യാണ്. ഈ മാസം 8-ന് മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ നടക്കുമെന്ന് മാണിക് സാഹ സൂചിപ്പിച്ചിരുന്നു. അത് രാജ്യാന്തര വനിതാ ദിനമാണ് എന്ന സവിശേഷത കൂടി ഉണ്ട്. മാലിന്യ പ്ലാന്റിലെ തീപിടുത്തത്തെ തുടർന്ന് കൊച്ചിയിലെ മാലിന്യ നീക്കം നിലച്ചു. വീടുകളിൽ നിന്നും ഹോട്ടലിൽ നിന്നുമുള്ള മാലിന്യങ്ങളാണ് നീക്കം ചെയ്യാൻ കഴിയാത്തത്. വൈകാതെ കാര്യങ്ങൾ പഴയ രീതിയിലാക്കാൻ കഴിയുമെന്നാണ് നഗരസഭാ അധികൃതർ പറയുന്നത്. അതേസമയം പ്ലാന്റിലെ തീ പൂർണ്ണമായും കെടുത്താൻ കഴിഞ്ഞിട്ടില്ല. പരിസരമാകെ പുക നിറയുകയാണ്. തീ പടരാൻ സാധ്യതയുള്ളതിനാൽ പ്ലാന്റിലെ തൊഴിലാളികളെയും വാഹനങ്ങളെയും പൂർണ്ണമായും ഒഴിപ്പിച്ചു. ഇന്ന് വൈകിട്ടോടെ തീ നിയന്ത്രണ വിധേയമാക്കുകയാണ് ലക്ഷ്യമെന്നും രാത്രി മുതൽ നേവിയും സ്ഥലത്തുണ്ടെന്നും കൊച്ചി മേയർ M. അനിൽകുമാർ അറിയിച്ചു. നഗരത്തിലാകെയല്ല, രാവിലെ വെളുപ്പിനെ ഉള്ള സമയത്ത് പുകയുടെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് വൈറ്റില, അതുപോലെ തേവര, ഈ പറയുന്ന ഭാഗങ്ങളിലെല്ലാം ബ്രഹ്മപുരത്ത് നിന്ന് കണക്ട് ചെയ്ത് കുണ്ടന്നൂർ മുതൽ തേവര വരെയുള്ള ഭാഗത്ത് ഈ പ്രശ്നമുണ്ട്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫയർ ഫൈറ്റിംഗ് വർക്ക് മുഴുവനും നടത്തുന്നത്. ഇന്ന് വൈകുന്നേരത്തോടു കൂടിയെങ്കിലും നമ്മുടെ ഇവിടുത്തെ തീ നിയന്ത്രണ വിധേയമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ പരിശ്രമമാണ് നമ്മുടെ ഫയർ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നുമുള്ളത്. അപ്പോൾ അതിന് കഴിയുന്ന നിലയിലുള്ള ഒരു കോർഡിനേഷൻ പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ 6 സെക്ടറുകളായി തിരിച്ചിട്ടാണ് ഈ പ്രവർത്തനം നടത്തുന്നത്. 6 സെക്ടറുകളിൽ 6 ടീമിനെയാണ് വിരിട്ടിട്ടുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് നേവി മുഴുവൻ 6ാമത്തെ സെക്ടറിലാണ്. അപ്പോൾ ഈ 6 സെക്ടറുകളിലെ അവരുടെ ഈ ആത്മാർത്ഥമായ പരിശ്രമം കൊണ്ട് ഇന്ന് വൈകുന്നേരത്തേക്കെങ്കിലും ഇത് പരിഹരിക്കാൻ കഴിയും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഡാനി പോളിന്റെ റിപ്പോർട്ടിലേക്ക്. ബ്രഹ്മപുരത്തെ തീ നിയന്ത്രണ വിധേയമാക്കാൻ രാവും പകലും നീളുന്ന രീതിയിൽ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നേവിയും അതോടൊപ്പം തന്നെ BPCLും അഗ്നിശമന സംവിധാനങ്ങളെല്ലാം തന്നെയും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്നു. ഇതിൽ വലിയ രീതിയിൽ ഉയരുന്ന പുക തന്നെയാണ് ഏറ്റവും വലിയ വിഷയമായിട്ട് വരുന്നത്. ഒപ്പം തന്നെയും ഈ മാലിന്യ കൂമ്പാരത്തിന് വലിയ രീതിയിൽ ഏതാണ്ട് 110 ഏക്കറോളം വരുന്ന സ്ഥലത്ത്
70 ഏക്കറിലധികം വരുന്ന സ്ഥലങ്ങളിൽ പൂർണ്ണമായും തന്നെയും തീ പടർന്നിട്ടുണ്ട് എന്നതാണ്. ഒപ്പം ഈ കൂടിക്കിടക്കുന്ന പ്ലാസ്റ്റിക് അതിനെല്ലാം തന്നെ തീപിടിച്ചതാണ് ഇതിന് വലിയ രീതിയിലുള്ള വിഷയങ്ങൾ ഉണ്ടാകാനായിട്ട് കാരണം. ഒപ്പം ഇതിൽ രാത്രി കൃഷ്ണരാജ്, നമുക്കിത് എപ്പോ തുടങ്ങാം? എത്രയും പെട്ടെന്ന്. സന്തോഷം. തൃപ്തിയായോ? Let's wait and see. വാർത്തകൾ തുടരുന്നു. SSLC പരീക്ഷ മാർച്ച് 9 ആരംഭിക്കും. രാവിലെ 9:30 മുതലാണ് പരീക്ഷ. 2960 പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട്. മാർച്ച് 29 പരീക്ഷ അവസാനിക്കും. മെയ് 2ാം വാരമാണ് ഫലം പ്രസിദ്ധീകരിക്കുക. ഹയർ സെക്കൻഡറി മൂല്യനിർണ്ണയം ഏപ്രിൽ 3 മുതൽ ആരംഭിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. SSLC ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾക്കുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. 2023 മാർച്ച് 9 ആരംഭിക്കുന്ന SSLC പരീക്ഷ മാർച്ച് 29 അവസാനിക്കും. രാവിലെ 9:30 പരീക്ഷകൾ ആരംഭിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി ഓഫീസിൽ ഉണ്ടായ SFI അതിക്രമത്തിൽ വ്യാപക പ്രതിഷേധം. പത്രപ്രവർത്തക യൂണിയൻ തിരുവനന്തപുരത്തും കൊച്ചിയിലും പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി. മാധ്യമ സ്ഥാപനത്തിന് ഉള്ളിൽ എത്തി ഭീഷണിപ്പെടുത്തുന്നത് ഡൽഹിയിൽ നടക്കുന്നതിന് സമാനമാണെന്നും മാധ്യമ സ്വാതന്ത്ര്യത്തിന് കടിഞ്ഞാൻ ഇടാനാണ് ശ്രമമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. ഒരു മാധ്യമ സ്ഥാപനത്തിനോട് പ്രതിഷേധം പ്രകടിപ്പിക്കാം, പക്ഷേ ആ മാധ്യമ സ്ഥാപനത്തിന്റെ അകത്ത് കടന്നു കയറി ചെന്ന് അവിടെ ഉള്ളവരെ ഭീഷണിപ്പെടുത്തി അവിടെ പോയി പോസ്റ്റർ ഒട്ടിച്ച് തിരിച്ചു വരിക എന്ന് പറയുന്നത് ഇത് ഡൽഹിയിൽ നടക്കുന്ന അതേ സംഭവങ്ങളുടെ തനിയാവർത്തനമാണ്. ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്ത വാർത്തയ്ക്കെതിരെ നിലപാടെടുത്ത CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ SFI പ്രതിഷേധം അന്വേഷിക്കുമെന്നും പ്രതികരിച്ചു. ഇനി മറ്റൊരു വാർത്ത നോക്കാം. വർക്കല പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി ശിവഗിരി കനാൽ പന്തുവിള കോളനിയിലെ ദളിത് സ്ത്രീകൾ. പരാതിയുമായി രാത്രി പോലീസ് സ്റ്റേഷനിൽ എത്തിയവരെ അപമാനിച്ച് ഇറക്കിവിട്ടെന്നാണ് പരാതി. ലഹരി വിൽപ്പന നടത്തുന്ന യുവാവിനെതിരെ പരാതി നൽകാൻ എത്തിയവരായിരുന്നു ഇവർ. കോളനിയിൽ ലഹരി ഉപയോഗിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്യുന്ന യുവാവിനെതിരെ പരാതി നൽകാനാണ് സ്ത്രീകൾ സ്റ്റേഷനിലെത്തിയത്. ഇവരെ ഇയാൾ ലൈംഗിക ചുവയോടെ ആക്ഷേപിക്കുന്നത് പതിവായിരുന്നു. ഫെബ്രുവരി 28 രാത്രി 12 മണിയോടെയാണ് സംഭവം. പാതിരാത്രി പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ പ്രതിയെ പിടിച്ച ശേഷം തങ്ങളെ വിളിച്ചറിയിക്കാനാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞതെന്നും ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ടുവെന്നുമാണ് പരാതി. ഇവിടെ അത്രയും മൈതാന സിറ്റിക്കകത്ത് മൊത്തം അവരിട്ട് ഓടിച്ച് അവന്റെ അടുത്തൂടെ ഓടിച്ചു അവരവൻ പിടിച്ച ദൂരം എടുത്തതുമില്ല. അതേ സമയത്ത് നമ്മൾ കേസ് കൊടുക്കാൻ നിൽക്കണ്ട, ഇവിടെ നിൽക്കണ്ട. എന്തോന്ന് പോലീസുകാർ ഇത് ഈ വർക്കല സ്റ്റേഷനിലേക്ക് പാരാത്രിക്ക് ഒരു കേസും കൊണ്ട് വരുമ്പോഴത്തേക്ക് എന്തിനാണ് കേസ് എന്ന് പോലും അവർ ചോദിക്കുന്നില്ല, എടുക്കുന്നുമില്ല. ആ പടി ചവിട്ടാൻ അവർ അനുവദിക്കുന്നില്ല. അത് എന്തുകൊണ്ടാണ് അവർ ആരെങ്കിലും കാര്യം നമുക്ക് അറിഞ്ഞേ തീരുന്നത്. പിന്നീട് പ്രതിയെ പിടികൂടിയപ്പോൾ ആശുപത്രിയിലെത്തിക്കാൻ പരാതിക്കാരിയോട് നിർദ്ദേശിച്ചു. ഇതൊക്കെയാണ് പോലീസിനെതിരെ ഇവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ. പരാതി പറയാനായിട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ പട്ടികളെ താറ്റി നമുക്ക് വെളിയിൽ നിങ്ങൾ ഞാൻ കേരളത്തിൽ പരാതി ഉണ്ടെങ്കിൽ ഞങ്ങൾ പരാതി ഉള്ളവരെ കേൾക്കട്ടെ, അതുപോലും കേട്ടിട്ടില്ല. കരഞ്ഞോണ്ട് പറഞ്ഞ് ഞങ്ങൾ നമ്പർ തരാം. അവനെ പിടിച്ച് കെട്ടിയിട്ടിട്ട് വിളിക്കാൻ പറഞ്ഞു. പിടിച്ച് കെട്ടിയിട്ട് വിളിച്ചപ്പോഴത്തേക്ക് ഇവര് വന്ന് അവനെ തറയിലിട്ട് നോക്കിയിട്ട് ഞങ്ങളടുത്ത് പറഞ്ഞു ആശുപത്രി കൊണ്ടുപോകാം. സ്റ്റേഷനിൽ എത്തിയ സ്ത്രീകളോട് ഉത്സവം കഴിഞ്ഞ് വരികയാണോ എന്ന് പരിഹാസത്തോടെ പോലീസ് ഉദ്യോഗസ്ഥർ ചോദിച്ചുവെന്നും ആരോപണമുണ്ട്. സംഭവത്തിൽ ഇവർ ഡിവൈഎസ്പിക്ക് പരാതി നൽകി. ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവല്ലയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. 1 കോടിക്ക് മുകളിൽ വില വരുന്ന 120 ചാക്ക് പുകയില ഉൽപ്പന്നങ്ങളാണ് പിടിച്ചെടുത്ത് ഒരാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്.
തിരുവല്ല സ്വദേശി ജയൻ ആണ് പിടിയിലായത്. ഇയാൾ വാടകയ്ക്കെടുത്ത വീട്ടിൽ നിന്നാണ് പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയത്. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം വഴി കടത്താൻ ശ്രമിച്ച 51 ലക്ഷം രൂപയുടെ സ്വർണം പിടികൂടി. കോഴിക്കോട് സ്വദേശി സഹീറിൽ നിന്നാണ് 922 ഗ്രാം സ്വർണം കണ്ടെടുത്തത്. അബുദാബിയിൽ നിന്ന് എത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലാണ് സ്വർണം കടത്താൻ ശ്രമിച്ചത്. ഡെപ്യൂട്ടി കമ്മീഷണർ CV ജയകാന്ത്, സൂപ്രണ്ടുമാരായ കൂവൻ പ്രകാശൻ, ഗീതാകുമാരി എന്നിവർ നേതൃത്വം നൽകുന്ന സംഘമാണ് സ്വർണം പിടികൂടിയത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ സ്ത്രീ ജീവനക്കാരെ പൂട്ടിയിട്ട് മർദ്ദിച്ചതായി ആരോപണം. നെയ്യാറ്റിൻകരയിൽ പ്രവർത്തിച്ചു വരുന്ന SBTC എന്ന സ്ഥാപനത്തിൽ ഇന്നലെ രാത്രിയാണ് സംഭവം. വീട്ടുപയോഗ സാധനങ്ങൾ വീട്ടിൽ എത്തിച്ച് വിൽപ്പന നടത്തുന്ന യുവതികളെ സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാർ പൂട്ടിയിട്ടെന്നാണ് പരാതി. വയനാട് സ്വദേശികളായ നന്ദന, സരിത എന്നിവരുമാണ് പരാതിയുമായി രംഗത്തെത്തിയത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തു. അതേസമയം സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ചു വരുന്നതായി നെയ്യാറ്റിൻകര പോലീസ് വ്യക്തമാക്കി. മലപ്പുറം വണ്ടൂരിൽ കാട്ടാനകൾ നാട്ടിൽ ഇറങ്ങി. തിരുവാലി പഞ്ചായത്തിലെ നടുവത്ത്, വണ്ടൂർ പഞ്ചായത്തിലെ കാപ്പിൽ പ്രദേശങ്ങളിൽ പുലർച്ചെയാണ് ആനകളെ കണ്ടത്. ആനകളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ഒരാൾക്ക് പരിക്കേറ്റു. ഇന്നലെ ഏകദേശം രാത്രി ഒരു 3-3:30 അടുത്ത സമയത്ത് ആനകളുടെ 2 എണ്ണം എതിരെ വരികയും അടുത്ത വീട്ടിലെ ആൾ കാണുകയും അതിൻ്റെ ടോർച്ച് അടിച്ചപ്പോൾ പെട്ടെന്ന് മതിൽ ചവിട്ടിപ്പൊളിച്ച് ഇതിൽ നേരെ പോയി. ജനവാസ കേന്ദ്രങ്ങളിലെല്ലാം കയറി ഇന്ന് രാവിലെ 7 മണിയോട് കൂടി തിരിച്ചു വീണ്ടും ഇതേ പാതയിലൂടെ തന്നെ തിരിച്ചും പോയി. തിരിച്ചു പോകുന്ന നിങ്ങൾ കണ്ടു? തിരിച്ചു പോകുന്നു. 2 ആന, ഒരു വലിയ ആനയും ഒരു ചെറിയ ആനയും. നിങ്ങൾ എന്തെങ്കിലും നശിപ്പിച്ചിട്ടുണ്ടോ? എന്റെയും മതിൽ ചവിട്ടിപ്പൊളിച്ചു. വേറെ എന്തെങ്കിലും നാശനഷ്ടം? വേറെ ഒന്നും ഉണ്ടായിട്ട്. കൊല്ലം രൂപതയുടെ മുൻ ബിഷപ്പ് ജോസഫ് ജി ഫെർണാണ്ടസ് കാലം ചെയ്തു. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കൊല്ലം രൂപതയുടെ 12ാമത്തെയും തദ്ദേശീയനായ 2ാമത്തെയും ബിഷപ്പാണ്. 23 വർഷം കൊല്ലം ബിഷപ്പായിരുന്ന ജോസഫ് ജി ഫെർണാണ്ടസ് 2001 ഡിസംബർ 16 സ്ഥാനം ഒഴിഞ്ഞിരുന്നു. ആറ്റുകാൽ പൊങ്കോല മഹോത്സവത്തിൽ വിളക്കുകെട്ട് സ്ഥിരം കാഴ്ചയാണ്. പക്ഷേ ഈ വിളക്കുകെട്ടിനെ വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ പിന്നാമ്പുറ കാഴ്ചകളാണ്. ആ കാഴ്ചകൾ കാണാം. സാധാരണ പുരുഷന്മാരാണ് വിളക്കുകെട്ടുകൾ നിർമ്മിക്കുന്നതും അത് ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ ക്ഷേത്രത്തിൽ എത്തിക്കുന്നതും. എന്നാൽ ഇവിടെ വിളക്കുകെട്ട് നിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുന്നത് ധന്യയും രമ്യയുമാണ്. ഫസ്റ്റ് ഡേ, അതായത് ഞങ്ങളുടെ അവിടെ നിൽക്കുന്ന കുറച്ച് പേര് ഇല്ലായിരുന്നു. ഫസ്റ്റ് ഡേ ഇല്ലായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന ആൾക്കാർ. അപ്പോൾ കൊച്ചിലെ മുതലേ ഞങ്ങൾ കേട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ആൺകുട്ടികളാണ് അച്ഛൻ്റെ കൂടെ നിൽക്കുന്നത്. അങ്ങനെ അപ്പോൾ ഞങ്ങൾ 2 പേര് പെൺകുട്ടികളായതുകൊണ്ട് അച്ഛനോട് ഇതുവരെ ഞങ്ങൾക്ക് നിൽക്കാനൊന്നും പറ്റില്ല. അങ്ങനെ ഫസ്റ്റ് ഡേ ആയപ്പോഴത്തേക്ക് ഇതുപോലെ ഇത്ര ഫിനിഷിംഗ് ആയിട്ടോ ഒന്നും ചെയ്യുന്ന കണ്ടില്ല. അപ്പം എനിക്കിപ്പോൾ 30 years ആയിട്ടുണ്ട്. ഇത്രയും വർഷം ഞങ്ങൾ കൊച്ചിലെ തൊട്ടേ ഇത് കണ്ടു വളർന്നതാണ്. ഫസ്റ്റ് ഡേ കണ്ടപ്പോൾ ഇത് ഭയങ്കരമായിട്ട് മോശമായതുപോലെ ഫീൽ ചെയ്തു. അപ്പം അച്ഛൻ ഒറ്റയ്ക്ക്, ബാക്കി എല്ലാവരും പുതിയ ആൾക്കാരാണ്. സങ്കടമായിരുന്നു അന്ന്. ഭയങ്കര ഫീൽ ചെയ്തു അച്ഛന്. അത് ഭയങ്കര വിഷമമായിരുന്ന ആളില്ല കൂടെ. എനിക്ക് 2 ആൺകുട്ടികളായിരുന്നെങ്കിൽ എൻ്റെ കൂടെ കാണുമല്ലോ എന്ന് അച്ഛനങ്ങനെ തോന്നി. അപ്പൊ ആ വിഷമം അത് കണ്ടപ്പോൾ വിചാരിച്ച് എന്തുകൊണ്ട് പെണ്ണിന് പറ്റത്തില്ല, നമ്മളെ കൊണ്ട് എടുക്കാൻ പറ്റത്തില്ല, കഴിയില്ല, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാച്ചാന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി വന്നത്. പിന്നെ കാര്യം ചെയ്യാലോ എന്ന് വിചാരിച്ച് ഇറങ്ങിയത്. ഒരൽപ്പം വൈകിയെങ്കിലും മക്കൾ വിളക്കുകെട്ട് നിർമ്മാണത്തിൽ ഒപ്പം കൂടിയതിന്റെ സന്തോഷത്തിലാണ് മോഹനൻ. അടുത്ത തവണ അവർ ആദ്യം മുതൽ ഇതിന്റെ ഉത്സവം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതിന്റെ ഐഡിയ ഒക്കെ ഒന്ന് ഒരു പ്രത്യേക മോഡലായിട്ടൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്ത് നിൽക്കുകയാണ്. ഞാൻ ഇത്തിരിയൊക്കെ പല മോഡലൊക്കെ ചെയ്യാനൊക്കെ അറിയാം. പക്ഷെ ആളില്ല, സപ്പോർട്ടിന് ആളില്ല. ഉണ്ടായിരുന്നവരൊക്കെ ഒരു ഇതൊക്കെ പണി പഠിച്ചു കഴിഞ്ഞാൽ അവർ വേറെ ഗ്രൂപ്പായിട്ടങ്ങ് പോവാണ്. അങ്ങനെ ഈ പ്രാവശ്യം വേണ്ട, ഒന്നും ചെയ്യേണ്ട, മതിയാക്കാമെന്ന് പ്ലാൻ ചെയ്തിരുന്നതാണ്. അപ്പോൾ നമ്മുടെ നാട്ടുകാർക്ക് കുറച്ച് കഴിഞ്ഞാൽ ഞാൻ പാരമ്പര്യ കുടുംബത്തിലെ ഒരു ഇതൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെ മോഹനം ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ആൾക്കാരിങ്ങനെ ആവശ്യപ്പെട്ട് പിന്നെ അവരതെല്ലാം ഞാൻ ഏറ്റെടുത്തു.
അങ്ങനെ ആണ് വീണ്ടും തുടങ്ങിയത്. അപ്പോൾ ആൾക്കാർ കുറവാണ്. ഇപ്പം എൻ്റെ അവിടെ നിൽക്കുന്ന എല്ലാം പുതിയ ആൾക്കാരാണ്. ഇവർ ഈ വർഷം അരങ്ങേറ്റാൻ തുടങ്ങിയതാണ്. അപ്പോൾ അവർക്ക് അത്ര സ്പീഡും കാര്യങ്ങളൊന്നും വലുതായിട്ട് അറിയത്തില്ല. അപ്പോൾ എൻ്റെ മക്കളും കൂടി അതിനെ സഹായിക്കാൻ വേണ്ടി വന്നപ്പോൾ വളരെ സന്തോഷമുണ്ട്. മക്കൾക്കൊപ്പം അടുത്ത പൊങ്കാല മഹോത്സവത്തിന് കൂടുതൽ മികവുറ്റ വിളക്കുകെട്ടുകൾ നിർമ്മിക്കാനാണ് മോഹനന്റെയും ആഗ്രഹം. ന്യൂസ് 18 തിരുവനന്തപുരം. ഇ.പി. ജയരാജൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. തത്സമയ സംപ്രേഷണത്തിലേക്ക്. ഏത് പരിപാടിയിൽ പങ്കെടുക്കാനാണ് തീരുമാനിച്ചത്? ആ ചോദ്യം തന്നെ പ്രസക്തമല്ലാത്തൊരു ചോദ്യമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാർക്സിസ്റ്റിൻ്റെയും വർഗ ബഹുജന പ്രസ്ഥാനങ്ങളുടെയും സാമൂഹ്യ സാംസ്കാരിക സംഘടനകളുടെയും LDF തന്നെ ബന്ധപ്പെടുന്ന മറ്റുള്ളവരുടെയും മറ്റ് രാഷ്ട്രീയത്തിൽപ്പെട്ടവരാണെങ്കിൽ പോലും പ്രത്യേകമായിട്ടുള്ള ചില സാംസ്കാരിക പരിപാടികളിലുമെല്ലാം ഞാൻ പങ്കെടുക്കാറുണ്ട്. പ്രധാനപ്പെട്ട ജാഥ, സംസ്ഥാനതല ജാഥ. സ്വാഭാവികമായും താങ്കളുടെ ഒരു അഭാവം വലിയ അളവ് ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. അപ്പോ അത് നിങ്ങൾ ഉണ്ടാക്കിയതല്ലേ. ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിന്റെ സഖാക്കൾ വളരെ താല്പര്യപൂർവ്വമാണ് ഈ ജാഥയെയും അതിൻ്റെ പ്രവർത്തനങ്ങളെയും, ഇത് മാത്രമല്ല മറ്റ് പാർട്ടിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളെയും കാണുന്നത്. ഒരു ജാഥ മാത്രമല്ല, ഈ ജാഥ ഇന്ന് തൃശ്ശൂർ ജില്ലയിലാണ്, കാസർഗോഡ് ജില്ലയിലും മറ്റു പല പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ സമയങ്ങളിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് CPIM. അതിലെല്ലാം CPM സഖാക്കൾ, അനുഭാവികളൊക്കെ സജീവമായി പങ്കാളിത്തം വഹിക്കൂ. അത് സ്വാഭാവികമായിട്ടുള്ളൊരു നടപടിക്രമം മാത്രമാണ്. നിങ്ങളിത് ഒരു പ്രത്യേകമായി പങ്കെടുത്തില്ല എന്നൊരു വാർത്തയുണ്ടാക്കി. ആ വാർത്തക്ക് വലിയ പബ്ലിസിറ്റി കിട്ടി. മാധ്യമം ഇങ്ങനെ വളരെ സജീവമായി ഉണർന്ന് പ്രവർത്തിച്ച് നമ്മുടെ ജാതിയെയും പ്രവർത്തനങ്ങളെയും സജീവപ്പെടുത്തുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അത് തൃശ്ശൂരിലെ സമാപനം എവിടെയാണോ അവിടെ ആയിരിക്കും. ഇല്ല, എവിടെയാണ് പറഞ്ഞത്? മറ്റൊരു കാര്യം, ഏഷ്യാനെറ്റിന്റെ ഓഫീസിലേക്ക് SFI പ്രവർത്തകർ കൊച്ചി ഓഫീസിലേക്ക് അതിക്രമിച്ച് കയറുകയും ഓഫീസിലെ പ്രതിഷേധങ്ങൾ പുറത്ത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള പ്രതിഷേധം തുടരാൻ പാടുള്ളതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് ഒരു കാലത്തും മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെ ഒരിക്കലും തടസ്സം നിൽക്കാത്ത, മാധ്യമ സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കാൻ എല്ലാ പരിശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ മാധ്യമപ്രവർത്തകരെ വേട്ടയാടിയപ്പോൾ നിങ്ങൾക്ക് വേണ്ടി, മാധ്യമപ്രവർത്തകർക്ക് വേണ്ടി സജീവമായി രംഗത്തിറങ്ങി പ്രവർത്തിച്ച പാർട്ടി CPM ആയിരുന്നു. കോഴിക്കോട് മാധ്യമപ്രവർത്തകരെ ആക്രമിച്ചപ്പോൾ മാധ്യമ സ്വാതന്ത്ര്യത്തിനും സംരക്ഷണത്തിനും വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. ഒരു മാധ്യമത്തിന് നേരെയും ഒരു തരത്തിലുള്ള ആക്രമണങ്ങളെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് പ്രോത്സാഹിപ്പിക്കാറില്ല, പിന്തുണക്കാറില്ല. അതാണ് പാർട്ടിയുടെ നയം. മാധ്യമ സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കണം. അതിനുവേണ്ടി എല്ലാ നടപടികളും സ്വീകരിച്ച് പ്രവർത്തിക്കുന്നവരാണ് CPM. ശരിയല്ല. ഇവിടെ ഏഷ്യാനെറ്റിൻ്റെ രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ ട്രെയിനിൽ കയറുന്നതിന് മുൻപായിട്ട് അവിടുത്തെ മാധ്യമപ്രവർത്തകർ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കത് അപ്പോഴൊന്നും അറിയില്ലായിരുന്നു, ആ വിഷയം തന്നെ എനിക്കറിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞു ഞാനത് അന്വേഷിച്ച് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാം. ഇത് സംബന്ധിച്ച് പാർട്ടി വളരെ നല്ല നിലയിൽ തന്നെ പരിശോധിച്ച് എന്തെങ്കിലും തെറ്റുകൾ SFIയുടെ ഭാഗത്തുണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരു സംഘടന, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിൻ്റെ ഘടകമല്ല. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിന് പാർട്ടിയുടെ ഏതെങ്കിലും സഖാക്കളൊക്കെ അത്തരം പ്രവർത്തനങ്ങളിൽ അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം പരിശോധിച്ച് ആവശ്യമായിട്ട് നടപടികൾ കൈക്കൊള്ളും. ഒരു തരത്തിലും ഒരു മാധ്യമ ഓഫീസിന് നേരെയോ മാധ്യമ പ്രവർത്തകർക്ക് നേരെയുള്ള ഒരു കയ്യേറ്റത്തെയും അക്രമത്തെയും പാർട്ടി അംഗീകരിക്കുന്നില്ല. നിങ്ങൾക്കൊക്കെ ബോധ്യമുള്ള കാര്യമാണ്. ഇതെന്താണെന്നുള്ളത് തീർച്ചയായും പാർട്ടി പരിശോധിക്കും. എനിക്ക് തോന്നുന്നത് ഗോവിന്ദൻ മാഷ് തന്നെ രാവിലെ മാധ്യമപ്രവർത്തകരോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ടെന്നാണ്. ഒരു കാര്യം കൂടി, ഇപ്പം ഈ അങ്ങ് ജാഥയിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. കാസർഗോഡ് മുതൽ പാലക്കാട് വരെ ഒരു സ്ഥലങ്ങളിലും അങ്ങ് പങ്കെടുത്തിരുന്നില്ല. ഇന്നലെ സംസ്ഥാന സെക്രട്ടറിയോട് ഈ വിഷയത്തിൽ ചോദിച്ചപ്പം EP പങ്കെടുക്കുമെന്നാണ് ഇന്നലെ പറഞ്ഞത്. ഇന്ന് EP പങ്കെടുക്കുന്നു. പാർട്ടിയുടെ നിർദ്ദേശമുണ്ടോ ഇന്നത്തെ ഈ വരവിന് പിന്നിൽ? ഇതിൽ പാർട്ടിക്കാരെല്ലാം വന്ന് അണിനിരക്കുന്നതാണ്.
ഇതിന് പ്രത്യേക നിർദ്ദേശത്തിൻ്റെ ആവശ്യമില്ല. അതങ്ങനെ ഒരു തെറ്റായിട്ടുള്ള ഒരു ചിന്തകളും ഒരു വ്യാഖ്യാനങ്ങളുമാണ്. ഞങ്ങളെയെല്ലാം ജീവിതത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് പാർട്ടി പരിപാടികളിലെല്ലാം പങ്കെടുക്കുക എന്നുള്ളത്. അതിന് പ്രത്യേകിച്ച് നിർദ്ദേശം ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് വരൂ. ഒന്ന് നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ കാണുന്നത് ഒരു ജാഥാംഗത്തെ പോലെ ഞാൻ ഈ ജാഥയോടൊപ്പം സഞ്ചരിച്ചില്ല എന്നുള്ളതായിരിക്കാം നിങ്ങൾ കരുതുന്നത്. അങ്ങനെ പങ്കെടുക്കേണ്ട ഒരാളല്ല ഞാൻ. ഉദ്ഘാടനത്തിന് ആരാ വേറെയുള്ളത്? ഞങ്ങൾ എത്ര സെക്രട്ടേറിയറ്റ് മെമ്പർമാരും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ കേരളത്തിലുണ്ട്. അതിൽ പങ്കെടുക്കാൻ പറ്റുന്ന സഖാക്കൾ അവിടെ പങ്കെടുക്കും. ചുമതലപ്പെടുത്തിയ സഖാക്കൾ നിർബന്ധമായും പങ്കെടുക്കണം. അതൊക്കെ യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചു. പിന്നെ അതിന് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. സ്വയം വന്ന് പങ്കെടുക്കുന്നതാണ് ഏത് ഇന്നത്തെ പരിപാടിയിൽ? അല്ല, ഞാൻ ഈ ജാഥ നിങ്ങളെല്ലാം വല്ലാത്തൊരു ബഹളം വെച്ചപ്പോൾ എനിക്ക് തോന്നി എന്തിനാ ഈ ബഹളം വെക്കുന്നത്? നിങ്ങളെ ഒന്ന് ശാന്തനപ്പെടുത്താം. നിങ്ങളെ ബഹളം ഒന്ന് അവസാനിപ്പിക്കുക. ഞാൻ ഈ ജാഥയുടെ ഭാഗമായി പോകുന്ന ഒരാളല്ല. എനിക്ക് തൃശ്ശൂർ വരാൻ പ്രത്യേക താല്പര്യമുണ്ട്. ഞാനിവിടെ തൃശ്ശൂരിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിന്റെ ജില്ലാ സെക്രട്ടറിയായി കുറേ കാലം പ്രവർത്തിച്ചിട്ടുണ്ട്. അന്ന് നിങ്ങളുടെ പത്രം ഓഫീസും മാധ്യമപ്രവർത്തകരുമൊക്കെ ആയിട്ടും എനിക്ക് നല്ല അടുത്ത ബന്ധമുണ്ട്. അവരുമായിട്ട് മാത്രമല്ല, ഈ നാടുമായിട്ട് ഞാൻ ജനിച്ചു വളർന്നിട്ടുള്ള എൻ്റെ കണ്ണൂർ ജില്ല പോലെ ഞാൻ സ്നേഹിച്ച് ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ളൊരു ജില്ലയാണ് തൃശ്ശൂർ. അതുകൊണ്ട് എനിക്ക് പ്രത്യേകമായിട്ട് തൃശ്ശൂർ വരാൻ താല്പര്യമുണ്ട്. നിങ്ങളൊന്നും അറിയാതെ തന്നെ ഞാൻ ഇവിടെ വന്നിട്ട് പോകുന്നുണ്ട്. തീർച്ചയായും അതിലെന്താ നിങ്ങൾക്കൊരു സംശയം? ഞാൻ പാർട്ടിയായിട്ട് ഇടഞ്ഞു നിൽക്കുന്ന ഒരു പ്രശ്നമില്ല. എന്തിനാ ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുന്നത്? ഞങ്ങളൊക്കെ കുറേ കാലമായില്ലേ, കുറച്ച് പ്രായമൊക്കെ ആയി. പഴയതുപോലെ ഓടിച്ചാടി പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഒരുപാട് പ്രശ്നങ്ങൾ, അസുഖങ്ങളും ഒക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ ഫലമായിട്ട് പഴയതുപോലെ ഞങ്ങൾക്ക് ഒരു 25, 30, 40 വയസ്സ് പ്രായമുള്ള യുവാക്കളെ പോലെ ഞങ്ങൾക്ക് എനിക്ക് ആക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. എനിക്ക് എത്ര വയസ്സായി? അല്ലെന്ന് അങ്ങനെ ഒരു ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല. അങ്ങനെ ഒരു ചോദ്യം തന്നെ യഥാർത്ഥത്തിൽ പ്രസക്തി ഇല്ലാത്തതാണ്. നാളെ ഇവിടെ തൃശ്ശൂരുണ്ടോ? ഇല്ല, ഞാൻ ഇന്ന് രാത്രി തിരിച്ച് നാളെ എനിക്ക് തിരുവനന്തപുരത്ത് പോകണം, എത്തണം. ഈ റിസോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഇത് കഴിഞ്ഞ് ഞങ്ങൾ 9-ാം തീയതി LDFന്റെ സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. 9-ാം തീയതി LDF യോഗത്തിന് തിരുവനന്തപുരത്ത് ഉണ്ടാകണം. അതിനിടയിൽ തന്നെ ഞാൻ കണ്ണൂരിൽ ചില പരിപാടികൾ ഏറ്റിട്ടുണ്ട്. 7-ാം തീയതിയും 8-ാം തീയതിയും ഒക്കെ ആയിട്ട് കണ്ണൂരിൽ ചില പരിപാടികൾ ഏറ്റിട്ടുണ്ട്. ആ പരിപാടി കഴിഞ്ഞ് 8-ാം തീയതി തന്നെ ഞാൻ തിരിച്ചാദ്യം തിരുവനന്തപുരത്തേക്ക് 9-ാം തീയതി വരണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർവഹിച്ചുകൊണ്ടേയിരിക്കും. റിസോർട്ടുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വലിയ രീതിയിൽ എന്താണ് അതിനെക്കുറിച്ച്? അതൊരു ആയുർവേദ ശുശ്രൂഷ കേന്ദ്രമാണ്. ഒരു ഉയർന്ന നിലവാരത്തിലുള്ള ആയുർവേദ ചികിത്സാ കേന്ദ്രമാണ്. അതും ഞാനുമായിട്ടൊരു ബന്ധമില്ല. ഞാൻ അവർക്ക് വേണ്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും സഹായങ്ങളും കൊടുക്കാറുണ്ട്. അത് അവർക്ക് മാത്രമല്ല, നിങ്ങൾ ഈ തൃശ്ശൂരിൽ തന്നെ എത്ര സ്ഥാപനങ്ങൾക്ക് ഞാൻ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും സഹായങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ചില കച്ചവടക്കാരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ഞാൻ കണ്ണൂരിൽ ഈ സ്ഥാപനം മാത്രമല്ല, അവിടുത്തെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള അമ്യൂസ്മെൻറ്റ് പാർക്ക് വിസ്മയ, അതിൻ്റെ 1-ാമത്തെ മെമ്പർ ഞാനാണ്. ഞാൻ സ്ഥാപിച്ച സ്ഥാപനമാണത്. അത് ഇന്ന് കേരളത്തിലെ ഏറ്റവും മെച്ചപ്പെട്ട ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കാണ്, ഒരു മെച്ചപ്പെട്ട ഒരു പാർക്കാണ്. അതുപോലെ ഞാൻ അതുമാത്രമല്ല, ഞാനതിപ്പോൾ പറയുന്നില്ല, ഒരുപാട് സ്ഥാപനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഹോമിയോ ഹോസ്പിറ്റൽ ഉണ്ടാക്കിയിട്ടുണ്ട്, കൈത്തറി സംഘങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് വേണ്ടി അവരുടെ തൊഴിൽ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് ഞാൻ എന്നെ സമീപിക്കുന്ന ആർക്കും കഴിയാവുന്ന എല്ലാ സഹായങ്ങളും, സ്ഥാപനങ്ങൾ തകരാതിരിക്കാൻ, രക്ഷപ്പെടുത്താൻ, വ്യക്തികളുടെ സ്ഥാപനങ്ങൾ, കൂട്ടായിട്ടുള്ള സ്ഥാപനങ്ങൾ, ഇതിനൊക്കെ എനിക്ക് കഴിയാവുന്ന സഹായങ്ങൾ സാധാരണ ചെയ്തു കൊടുക്കാറ്. ഈ അങ്ങ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അങ്ങേക്കെതിരെ ഗൂഢാലോചന നടക്കുന്നുണ്ട്, തലസ്ഥാനം കേന്ദ്രീകരിച്ചാണെന്ന് പറഞ്ഞു. അത് ആരാണ് എന്നുള്ളത് സംബന്ധിച്ച് വെളിപ്പെടുത്താൻ അതിന്റെ കാര്യവും ഞാൻ പറഞ്ഞു. അതിനോട് തുടർന്ന് പറയേണ്ട കാര്യവും ഞാൻ പറഞ്ഞു. അതിങ്ങനെ പറഞ്ഞു നടക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഒരു കാര്യത്തെക്കുറിച്ച് ഒരിക്കൽ പറയാം, അത് തന്നെ ചിത്രം. പിന്നെ ഇതിങ്ങനെ ചോദിക്കുകയും പറയുകയും ചെയ്യുന്നത് അതിന്റെ ചോദ്യത്തിന് തന്നെ പ്രസക്തി ഇല്ലാതായി തീരും. ഇതൊക്കെ കേൾക്കുകയും നിങ്ങൾ ഈ ചോദിച്ച ചോദ്യം കേൾക്കാത്ത നിങ്ങൾ ഈ ചോദിച്ച ചോദ്യം എത്ര ദിവസമായി ചോദിക്കാൻ തുടങ്ങിയിട്ട് ഞാനതിന് മറുപടി ഇനി അതിനൊരു വെയിറ്റ് ഇല്ലാതായി തീരും.
നിങ്ങൾ ആരാണ് കൂടാരം കിടക്കുന്നത്? അത് തന്നെയാണ് ഞാൻ ഇന്നലെയും മിനിഞ്ഞാന്നും സ്നേഹിക്കുന്നവരോടൊക്കെ തന്നെയാണ് പറഞ്ഞത്. എതിർക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ്. EP ജയരാജൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. തൻ്റെ അസാന്നിധ്യം മാധ്യമങ്ങൾ അനാവശ്യമായി വാർത്തയാക്കി എന്നായിരുന്നു EP ജയരാജൻ്റെ പ്രതികരണം. താൻ റിസോർട്ട് വിവാദത്തിലും EP ജയരാജൻ പ്രതികരിച്ചു. താൻ ചില ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും സ്ഥാപനത്തിന് കൊടുക്കുന്നു എന്നാണ് EP ജയരാജൻ അതിൽ വ്യക്തമാക്കിയത്. ഇനി മറ്റൊരു വാർത്തയിലേക്ക്. വിളയൂരിൻ്റെ മണ്ണിലും സൂര്യകാന്തി വിളയുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് പേരടിയൂർ സ്വദേശികൾ ആയ നന്ദപുരം മോഹൻദാസ്. 65 സെന്റ് സ്ഥലത്താണ് സൂര്യകാന്തി കൃഷി. കൃഷിഭവന്റെ സഹകരണത്തോടു കൂടിയായിരുന്നു പൂക്കൃഷി. വിളയൂർ പേരടിയൂരിലെ നളന്ദ കൺവെൻഷൻ സെന്ററിനോട് ചേർന്ന് മൊട്ടക്കുന്നായി കിടന്നിരുന്ന 1.5 ഏക്കർ സ്ഥലത്തെ 65 സെന്റിലാണ് സൂര്യകാന്തി കൃഷി ഇറക്കിയത്. പേരടിയൂർ നളന്തപുരത്തെ മോഹൻദാസിന്റെ സൂര്യകാന്തി പൂക്കൃഷി വിളവെടുപ്പിനൊരുങ്ങി. ഹൈദരാബാദിൽ നിന്നാണ് സൂര്യകാന്തി വിത്ത് കൊണ്ടുവന്നത്. 60 ദിവസത്തിനകം പൂവിടുകയും ചെയ്തു. ഒരാഴ്ചയ്ക്കകം വിളവെടുപ്പ് നടത്താം. പുലാമന്തോളിൽ സൂര്യകാന്തി പൂക്കൃഷി ചെയ്ത് വിജയം നേടിയ കർഷകൻ ശശിയുടെ മേൽനോട്ടത്തിലാണ് കൃഷി നടത്തിയത്. വിളയൂർ കൃഷിഭവന്റെ സഹകരണവും സഹായവും ലഭ്യമായി. വിത്ത് കൊടുന്ന സൂര്യകാന്തി മാത്രം 65 സെന്റ്, പിന്നെ ബാക്കി 65 സെന്റിൽ 50 ഫ്രൂട്ട്സിന്റെ ഡിഫറെന്റ് വെറൈറ്റി, പിന്നെ കുറെ തെങ്ങ്, വാഴ, നേന്ത്രവാഴയൊക്കെ, അതെല്ലാം പുതിയതെന്ന് പറയാൻ പറ്റില്ല. എന്നൊക്കെ സ്വർണ്ണമുഖി, കദളി കിട്ടിയതൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പ്രാവശ്യമാകുമ്പോഴേക്ക് കൂടുതൽ കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ കുറച്ച് സ്ഥലം ഒഴിവാക്കി. ഫലവൃക്ഷങ്ങളുടെ കൃഷിയും മോഹൻദാസ് നടത്തുന്നുണ്ട്. ഭാര്യ സുധാറാണിയും മക്കളായ പ്രൊഫസർ ജിതിനും നിധിനും മിഥുനും കൃഷിക്ക് ആവശ്യമായ സഹായവുമായി ഒപ്പമുണ്ട്. പരീക്ഷണാടിസ്ഥാനത്തിലാണ് 65 സെന്റ് സ്ഥലത്ത് കൃഷി ഇറക്കിയത്. സൂര്യകാന്തി പൂന്തോട്ടം നാട്ടുകാർക്ക് കാണാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട്. നമ്മളെ വിളയൂരും പൂത്തു എന്ന് പറയാനാണ് ഇപ്പോൾ തോന്നുന്നത്. കാരണം വിളയൂരെല്ലാം കൊണ്ടും മേന്മയാണ്. കാരണം കൃഷിയാണെങ്കിലും ഒക്കെ ഏറ്റവും നല്ല രീതിയിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു പഞ്ചായത്താണ്. അതിനോടനുബന്ധിച്ച് ഇപ്പോൾ ഇതേപോലെയുള്ള നല്ല നാട്ടുകാരാണ് ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുവരാനും കൂടിയുള്ള ഒരു പ്രചോദനം നമുക്ക് കിട്ടുന്നത്. വിദേശത്തായിരുന്ന മോഹൻദാസ് 1.5 വർഷമായി നാട്ടിൽ വിവിധ തരം പച്ചക്കറികളും പൂക്കളും കൃഷി ചെയ്യുന്നുണ്ട്. ഫലവൃക്ഷങ്ങളിൽ നിന്നുള്ള വിളവെടുപ്പ് ഉടൻ ആരംഭിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് മോഹൻദാസും കുടുംബവും. ന്യൂസ് 18 പട്ടാമ്പി. പ്രവാസ ജീവിതവും അധ്യാപന വൃത്തിയും ഉപേക്ഷിച്ച് കൃഷിയിൽ വ്യാപൃതനായ ഇടുക്കിയിലെ ഒരു യുവ കർഷകനെ പറ്റിയാണ് അടുത്ത വാർത്ത. നെടുങ്കണ്ടം സ്വദേശിയായ ഷാഹിം മൊയ്തീൻ ആണ് കൃഷിയിൽ നേട്ടം കൊയ്യുന്നത്. അലങ്കാര ചെടികളെ പരിപാലിച്ച് നേട്ടം കൊയ്യുകയാണ് നെടുങ്കണ്ടം മുണ്ടിയരുമ സ്വദേശിയായ ഹാഷിം മൊയ്തീൻ. ലോക്ക്ഡൌൺ കാലത്താണ് ഹാഷിം ചെടി പരിപാലനത്തെ വരുമാന മാർഗമാക്കി മാറ്റിയത്. ഹാഷിമിന്റെ വീട്ടുമുറ്റത്തിപ്പോൾ ജേഡ് വൈൻ പൂക്കാലമാണ്. ഇളം നീല കലർന്ന ജേഡ് വൈൻ പൂക്കുലകൾ വിസ്മയ കാഴ്ചയാണ്. MBA ബിരുദധാരിയായ ഹാഷിം മുൻപ് വിദേശത്തായിരുന്നു. തിരികെ നാട്ടിലെത്തിയ ശേഷം മാതാപിതാക്കളുടെ പാത പിന്തുടർന്ന് അധ്യാപന വൃത്തിയിലേക്കും തിരിഞ്ഞു. കോവിഡ് കാലത്ത് ക്ലാസുകൾ ഓൺലൈനായതോടെയാണ് ചെടി പരിപാലനം വിപുലമാക്കിയത്. വീട്ടുമുറ്റത്തും കാർപോർട്സിലുമൊക്കെ വിവിധയിനം ചെടികൾ നിറഞ്ഞതോടെ കുറച്ച് വിൽക്കാൻ അമ്മ നിർബന്ധിക്കുകയായിരുന്നു. സ്ഥലപരിമിതി ഒരു മെയിൻ വെല്ലുവിളിയായിട്ട് തോന്നി. അത് കാർപോർട്സിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇൻഡോർ പ്ലാന്റ്സ് നമ്മൾ വെച്ചുകൊണ്ടിരുന്നത്. വണ്ടി ഇടാൻ സ്ഥലമില്ല, പിന്നെ മോൻ്റെ ചെറിയ സൈക്കിൾ പോലും വെക്കാൻ പറ്റത്തില്ലാത്തൊരു അവസ്ഥ വന്നപ്പോൾ അമ്മ പറഞ്ഞു ഇതുപോലെ കുറച്ച് വിത്ത് നോക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ നേഴ്സറിക്ക് കൊണ്ട് കൊടുത്തു, പ്ലാന്റുകൾ കൊടുത്തു. സെയിം ടൈമിൽ തന്നെ നമ്മൾ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് അന്ന് യൂസ് ചെയ്തു. അപ്പോൾ അതിനകത്ത് അഡ്വർടൈസ്മെന്റ് ഇട്ട് നല്ല എൻക്വയറി വരാൻ തുടങ്ങി. സാമൂഹിക മാധ്യമങ്ങളിൽ പരസ്യം നൽകിയതോടെ നിരവധി ആവശ്യക്കാരാണ് ഹാഷിമിനെ തേടിയെത്തിയത്. ഇതോടെ ചെടികളുടെ വിത്തുകളും തൈകളും ഉൽപ്പാദിപ്പിച്ച് വിൽക്കുവാൻ ആരംഭിച്ചു. നിലവിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ചെടിപ്രേമികൾ ഓൺലൈനായും അല്ലാതെയും ഹാഷിമിനെ തേടിയെത്തുന്നുണ്ട്. ഫിലിപ്പൈൻസ്, ഇന്തോനേഷ്യ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നെത്തിച്ച അപൂർവ ഇനം ചെടികൾ ഹാഷിമിന്റെ ശേഖരത്തിലുണ്ട്. ന്യൂസ് 18 ഇടുക്കി. കാർഷിക മേഖലയിൽ മികച്ച സേവനങ്ങൾ നൽകി നേട്ടം കൊയ്യുകയാണ് കാസർകോട്ടെ സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രം. കഴിഞ്ഞ സാമ്പത്തിക വർഷം സ്ഥാപനത്തിന് നേടാനായത് 1 കോടിയോളം രൂപയുടെ വരുമാനമാണ്. സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള കാസർകോട്ടെ വിത്തുൽപാദന കേന്ദ്രം റെക്കോർഡ് നേട്ടത്തിൽ. 1964 ആരംഭിച്ച സ്ഥാപനം
ആദ്യമായി കഴിഞ്ഞ സാമ്പത്തിക വർഷം 1 കോടിയോളം രൂപ വരുമാനം നേടി ചരിത്രം സൃഷ്ടിച്ചു. 10.3 ഹെക്ടറിൽ കൃഷിയും ഫാമും എതിർപ്രാണി വളർത്തു കേന്ദ്രവും ഉൾപ്പെടെയാണ് പ്രവർത്തനം. കർഷകർക്ക് ആവശ്യമായ നടീൽ വസ്തുക്കളും മറ്റു സേവനങ്ങളും ഒരു കുടക്കീഴിൽ കൊണ്ടുവരികയെന്ന ലക്ഷ്യത്തോടെയുള്ള പ്രവർത്തനങ്ങളാണ് 94 ലക്ഷം രൂപയുടെ നേട്ടത്തിലേക്ക് നയിച്ചത്. കാർഷിക രംഗത്തെ സേവനങ്ങൾക്കായി പച്ചക്കറികളാണ് ഇവിടെ വിത്തിനു വേണ്ടി കൃഷി ചെയ്യുന്നത്. 1 കിലോ പച്ചക്കറി വിത്തിന് 1100 രൂപ മുതലാണ് വില. വിത്തിനൊപ്പം പച്ചക്കറി തൈകൾക്കും ആവശ്യക്കാരുണ്ട്. കഴിഞ്ഞ വർഷം 3 രൂപ നിരക്കിൽ 5 ലക്ഷം തൈകളാണ് വിറ്റുപോയത്. ഒരു വർഷം 1 ലക്ഷം ഫലവൃക്ഷ പദ്ധതിയിലേക്ക് 50,000 ഫലവൃക്ഷ തൈകളും നൽകി. ശീതകാല പച്ചക്കറികളായ ക്യാരറ്റ്, കോളിഫ്ലവർ, ക്യാബേജ്, ബ്രൊക്കോളി എന്നിവയുടെ 1 ലക്ഷം തൈകളാണ് വിറ്റുപോയത്. ഇന്റർമംഗള, കാസർഗോഡ് നാടൻ, മോഹിത് നഗർ ഇനങ്ങളിലെ കവുങ്ങ് തെങ്ങുകളും വിതരണം ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം, അതായത് 2021-22 കാലവർഷത്തിൽ നമുക്ക് ഏകദേശം 93.5 ലക്ഷത്തോളം രൂപ നമ്മൾ ഈ ഫാമിൽ നിന്ന് വരുമാനമായിട്ടുണ്ടായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വരുമാനം ലഭിച്ച വർഷം കൂടിയാണത്. 25 ഏക്കറോളം സ്ഥലമാണുള്ളത്. മിക്കവാറും പാടങ്ങളാണ്. ഈ പാടങ്ങളിൽ 1-2 വിള നെൽകൃഷിയാണ് ചെയ്യുന്നത്. 3-ാം വിളയായിട്ടാണ് നമുക്ക് പച്ചക്കറി ചെയ്യുന്നത്. അതിൽ തന്നെ പച്ചക്കറിയുടെ എല്ലാ വിളകളും ഇവിടെ ചെയ്യുന്നുണ്ട്. കൂടാതെ കർഷകർ ആവശ്യപ്പെടുന്ന സമയങ്ങളിൽ അവർ ഏതാണ് വിത്ത് ആവശ്യപ്പെടുന്നത് ആ വിത്തുകളൊക്കെ നമ്മൾ അതാത് വർഷം ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. മാത്രമല്ല, നമ്മുടെ ഈ കാസർഗോഡ് ജില്ലയിലെ വിവിധ കൃഷിഭവനുകൾക്ക് അതാത് വർഷം നടപ്പിലാക്കുന്ന പദ്ധതികളൊക്കെ തന്നെ ആവശ്യമായ വിത്ത്, നടീൽ വസ്തുക്കളൊക്കെ നമ്മളിപ്പം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ആതിര, ശ്രേയസ് എന്നീ നെല്ലിനങ്ങളും കൃഷി ചെയ്ത് വിത്തുൽപാദിപ്പിച്ച് വിൽക്കുന്നുണ്ട്. ജൈവവളത്തിനായി കുള്ളൻ പശുക്കളെയും താറാവുകളെയും ഫാമിൽ വളർത്തുന്നു. കാസർഗോഡ് കുള്ളന്റെ ഔഷധ ഗുണമുള്ള പാൽ ലിറ്ററിന് 50 രൂപ നിരക്കിലാണ് വിൽക്കുന്നത്. ജീവാമൃതം എന്ന പേരിൽ നിർമ്മിക്കുന്ന വളത്തിനും ആവശ്യക്കാരേറെയാണ്. കഴിഞ്ഞ വർഷം തുടങ്ങിയ മത്സ്യകൃഷിയും മികച്ച രീതിയിൽ മുന്നോട്ടു പോകുന്നു. തിലാപ്പിയ മത്സ്യങ്ങളാണ് കൃഷി ചെയ്യുന്നത്. തെങ്ങോല പുഴുക്കളെ നിയന്ത്രിക്കാൻ എതിർപ്രാണികളെ നിർമ്മിച്ചാണ് പാരസൈറ്റ് ബ്രീഡിംഗ് സ്റ്റേഷൻ കർഷകരെ സഹായിക്കുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. സമ്മാന പദ്ധതിയിലൂടെ 6 സെന്റ് ഭൂമി സ്വന്തമാക്കിയതിൻ്റെ സന്തോഷത്തിലാണ് കാസർഗോഡ് ചെറുവത്തൂർ കുട്ടമത്തെ വി ബിന്ദു. കണ്ണകൈ നാടകവേദിയും വനിതാ കൂട്ടായ്മയും നാടകോത്സവത്തോടനുബന്ധിച്ച് നടത്തിയ സമ്മാന പദ്ധതിയിലൂടെയാണ് ബിന്ദുവിന് 6 സെന്റ് ഭൂമി സമ്മാനമായി ലഭിച്ചത്. പതിവ് സമ്മാനങ്ങൾക്കപ്പുറം പ്രയോജനകരമായതെന്ത് എന്ന ആലോചനയാണ് കണ്ണങ്കൈ നാടകവേദിയെ ഈ സത്പ്രവൃത്തിയിലെത്തിച്ചത്. സമ്മാന പദ്ധതിയിൽ വിജയികളാകുന്നവർക്ക് വീട് വയ്ക്കാൻ ഭൂമി സമ്മാനമായി നൽകാനാണ് കൂട്ടായ്മ തീരുമാനിച്ചത്. ഇതിന് അനുയോജ്യമായ 5 സെന്റ് സ്ഥലം കണ്ടെത്തുകയും ചെയ്തു. 1ാം സമ്മാനം ലഭിച്ചത് ചെറുവത്തൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ താൽക്കാലിക ജീവനക്കാരിയായ ബിന്ദുവിനാണ്. 6 വർഷം മുൻപ് ബിന്ദുവിന്റെ ഭർത്താവ് മരിച്ചു. സാമ്പത്തിക ബാധ്യത ഏറെയുള്ള ബിന്ദുവിനാണ് സമ്മാനമെന്നറിഞ്ഞതോടെ 1 സെന്റ് ഭൂമി അധികമായി നൽകാൻ കൂട്ടായ്മ തീരുമാനിച്ചു. ഭൂമിയുടെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കി 6 സെന്റ് ഭൂമിയും 5 തെങ്ങിൻ തൈകളും മൺവെട്ടിയും പച്ചക്കറി വിത്തുകളും നൽകി. ഭൂമിയുടെ ആധാരം നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ കൈമാറി. നാടകവേദിയിൽ 1ാം സമ്മാനം എനിക്ക് കിട്ടിയതിൽ അതിയായ സന്തോഷമുണ്ട്. അത് 5 സെന്റ് പറഞ്ഞത് അവർ 6 സെന്റ് തന്നു. അത് റോഡുണ്ട്, നല്ല സ്ഥലം, പാറ എന്നുള്ള നല്ല മണ്ണില്ല, നല്ല സ്ഥലമാണ്. 2ാം സമ്മാനമായി കറവ പശുവിനെ ലഭിച്ചത് അതിഥി തൊഴിലാളിക്കാണ്. ചടങ്ങിൽ JC ഡാനിയൽ എക്സലൻസി പുരസ്കാരം നേടിയ രാമചന്ദ്രൻ തുരുത്തിക്കും പ്രേം നസീർ കർമ്മസേവന കലാരത്ന പുരസ്കാരം നേടിയ ഡാൻസ് മാസ്റ്റർ ബാബു പീലിക്കോടിനും ഉപഹാരങ്ങൾ നൽകി. പാവപ്പെട്ടവർക്കുള്ള ചികിത്സാ ധനസഹായ വിതരണവും നടന്നു. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീള, വൈസ് പ്രസിഡന്റ് PV രാഘവൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് O ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് 18 ചെറുവത്തൂർ. കൊല്ലം കരുനാഗപ്പള്ളിയിൽ തെരുവ് ചിത്രകാരന്റെ ഒരാഴ്ച നീണ്ട അധ്വാനത്തിന് വില കൽപ്പിക്കാതെ CPM. KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തെ മതിലിൽ ദിവസങ്ങൾ എടുത്ത് വരച്ച ചിത്രം മായ്ച്ചാണ് CPM സംസ്ഥാന സെക്രട്ടറി നയിക്കുന്ന ജനകീയ പ്രതിരോധ ജാഥയുടെ പ്രചരണാർത്ഥം ചുവരെഴുതിയത്. ജാഥ കഴിഞ്ഞതിന് ശേഷം ചിത്രകാരൻ സദാനന്ദനെ കണ്ടെത്തി ചിത്രം വരപ്പിച്ച് തെറ്റ് തിരുത്താനാണ് CPMന്റെ നീക്കം. ഇതുപോലെ 100 കണക്കിന് കലാരൂപങ്ങളുടെയും കലാകാരന്മാരുടെയും അകമ്പടിയോടെയാണ് CPMന്റെ ജനകീയ പ്രതിരോധ ജാഥ
കേരളത്തിന്റെ തെരുവോരങ്ങളിലൂടെ കടന്നുവരുന്നത്. പക്ഷേ കരുനാഗപ്പള്ളിയിലെ സഖാക്കൾ ഇതൊന്നും കണ്ടിട്ടില്ലെന്ന് വേണം കരുതാൻ. അതുകൊണ്ടാവാം സദാനന്ദൻ എന്ന തെരുവ് ചിത്രകാരൻ ഒരാഴ്ച കൊണ്ട് വരച്ച അതിമനോഹര ചിത്രത്തെ ഈ വിധം അപമാനിച്ചത്. അരമണിക്കൂർ കൊണ്ട് തീർക്കേണ്ടതാണത്. ഈ അരമണിക്കൂർ കൊണ്ട് ചെയ്യാൻ എനിക്ക് വയ്യാത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ കാലിന് മുട്ടിന് താഴോട്ട് സ്വാധീനക്കുറവുണ്ട്, ബലക്കുറവുണ്ട്. എന്റെ ശരീരം താങ്ങാനുള്ള കപ്പാസിറ്റി എന്റെ ശരീരത്തിന് കാലിനില്ല. അതുകൊണ്ട് അത്രയും സമയമെടുത്തു. ട്രോൾ കരുനാഗപ്പള്ളി എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മ പങ്കുവച്ച വീഡിയോയിൽ നിന്ന് സദാനന്ദന്റെ ചിത്രരചനാ പാടവം കണ്ട ചിത്രകാരി കൂടിയായ അക്ഷയയാണ് CPMന്റെ ഈ അപരിഷ്കൃത നടപടി സമൂഹ മധ്യത്തിലെത്തിച്ചത്. ഇവിടുന്ന് പുള്ളിയെ ഓടിച്ച് അവിടേക്ക് വിട്ടെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു രാവിലെ വന്നിട്ട് പാർട്ടിയുടെ പരസ്യം പതിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഞാൻ വരച്ചിരുന്നത് കംപ്ലീറ്റ് ആയിട്ട് വൈറ്റ് അടിച്ചിട്ടുണ്ട്, പാർട്ടിക്കാർ പറഞ്ഞിട്ടാണ് ചെയ്തതെന്നാണ് വന്നവർ പറഞ്ഞതെന്ന്. ഈ ഒരു ചെറിയൊരു വാളാണെങ്കിൽ പോലും അവിടെ പുള്ളി ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര 3D എഫക്റ്റ് ഉള്ള ഒരു പിക്ചറായിരുന്നു. ആദ്യം കുറച്ച് മരം, അതിൻ്റെ ബാക്കിലായിട്ടൊരു വീട്, അതിലൊരു വഴി, ഒരു സ്ഥലത്തെയായിരുന്നു പുള്ളി അവിടെ വരച്ചു വെച്ചിരുന്നത്. അപ്പോൾ ഒരുപാട് ഡീറ്റെയിൽഡ് ആണ്, ഒരുപാട് കഷ്ടപ്പെട്ട് വരച്ചതാണ്, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ആയിരുന്നു. അപ്പോൾ ഞാനൊരു ആർട്ടിസ്റ്റ് ആണെങ്കിലും എൻ്റെ എത്ര എഫേർട്ട്, ഒരു 100% എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ പോലും എനിക്ക് അങ്ങനെ ഒരു ചിത്രം വരയ്ക്കാൻ ഭയങ്കര പാടായിരിക്കും. അക്ഷയുടേതടക്കം നിരവധി പേരുടെ പ്രതികരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചില്ലറ തലവേദനയല്ല CPMനുണ്ടാക്കിയത്. ഇതോടെ ചെയ്ത തെറ്റിന്റെ ആഴം ഏരിയ നേതാക്കൾ മനസ്സിലാക്കി. ജാഥ കടന്നുപോയ ശേഷം ചിത്രകാരനെ കണ്ടെത്തി അനുയോജ്യമായ സ്ഥലത്ത് നല്ലൊരു ചിത്രം വരപ്പിക്കുമെന്നാണ് നേതാക്കൾ നൽകുന്ന ഉറപ്പ്. ന്യൂസ് 18 കൊല്ലം. കരാട്ടയിലെ ബാലപാഠങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയാണ് ഒരു 8ാം ക്ലാസ്സുകാരി. 2019 ബ്ലാക്ക് ബെൽറ്റ് കരസ്ഥമാക്കിയ കോഴിക്കോട് അത്തോളി സ്വദേശി ഹുദ ഹസനാണ് ഈ കൊച്ചുമിടുക്കി. 4 വയസ്സ് മുതൽ കരാട്ടെ പരിശീലിക്കുന്ന ഹുദ ബ്ലാക്ക് ബെൽറ്റ് കരസ്ഥമാക്കിയ ശേഷമാണ് മറ്റുള്ളവർക്ക് പരിശീലനം നൽകി തുടങ്ങിയത്. ശ്രീജിത്ത് സി കല്ലുമുട്ടി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇതോടെ ഈ ബുള്ളറ്റിൻ സമാപിക്കും. നന്ദി. എൻ്റെ പേര് ഹുദ. ഞാൻ കരാട്ടെ തുടങ്ങിയിട്ട് 10 വർഷമാവുന്നു. ഞാൻ കോളിയെടുത്തായാണ് താമസിക്കുന്നത്. ആദ്യം കാപ്പാടായിരുന്നു. അങ്ങനെയാണ് സാറിൻ്റെ അടുത്ത് കരാട്ടെ ക്ലാസ്സിന് ആദ്യമായിട്ട് പോകുന്നത്. അന്ന് ഞാൻ 4 അങ്ങനത്തെ വയസ്സേ ഉള്ളൂ. കരാട്ടെ ക്ലാസ്സിൽ പോയി ആദ്യം എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. പിന്നെ ഉപ്പൻ്റെ നിർബന്ധത്തിലാണ് ആദ്യം പോകുന്നത്. പിന്നെ ഒരു ഓറഞ്ച് ബെൽറ്റൊക്കെ ആയപ്പോൾ ഭയങ്കര ഒരു എനർജിയൊക്കെ വന്ന് അങ്ങനെയാണ് ക്ലാസ്സിലേക്ക് പിന്നെ ബ്ലാക്ക് ബെൽറ്റ് എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം വരുന്നത്. ബ്ലാക്ക് ബെൽറ്റ് ഒരു മാസം വരെ ട്രെയിനിങ് ഉണ്ടായിരുന്നു. അന്നേരം സാറ് പറഞ്ഞിരുന്നു ക്ലാസ് തുടങ്ങണം, ബ്ലാക്ക് ബെൽറ്റ് എടുത്തിട്ട് വെറുതെ വീട്ടിലിരുന്നാൽ പോരാ, വെറുതെ ആരെ കിട്ടിയിട്ട് കാര്യമില്ല, ക്ലാസ് എടുത്ത് പ്രാക്ടീസ് ചെയ്യണം, അതിന് വാല്യൂ ഉണ്ട്. അങ്ങനെ പറഞ്ഞപ്പോൾ ഇൻസ്പിറേഷൻ ആയത് സാറാണ് ക്ലാസ് തുടങ്ങാനുള്ള എല്ലാം ഒരിതൊക്കെ തന്നത്. അങ്ങനെ ക്ലാസ് സാറിൻ്റെ നിർബന്ധത്തിലാണ് ആദ്യം തുടങ്ങിയത്. പിന്നെ ഞാൻ ഇൻട്രസ്റ്റ് ആയി. പിന്നെ ക്ലാസ് 1 ഇയർ ആയി ഇപ്പോൾ തുടങ്ങിയിട്ട്. ഹുദ ഹസൻ തന്നെ എൻ്റെ വളരെ കുട്ടിയ സമയത്ത് എൻ്റെ ക്ലാസ്സിൽ വന്നതാണ്, LKG ആയ സമയത്ത്. ഇപ്പോൾ 1 വർഷമായി പിന്നെ ഹുദ ഹസൻ ഇവിടെ ക്ലാസ് നടത്തുന്നുണ്ട്. ഹുദയ്ക്ക് ഒരു ഒറ്റ പ്രാവശ്യം കണ്ടാൽ മതിയായിരുന്നു, ക്ലാസ്സൊക്കെ പെട്ടെന്ന് അവിടെ പിടിച്ചെടുക്കണം. പിന്നെ ക്ലാസ് ചെറുപ്പത്തിൽ അവിടെ വരുന്ന ചില ഉമ്മ പറയുന്നു ക്ലാസ് എങ്ങനെയെങ്കിലും ബ്ലാക്ക് ബെൽറ്റ് ക്ലാസ് തുടങ്ങണം എന്നുള്ള ഏറ്റവും വളരെ അതിയായ ആഗ്രഹമായിരുന്നു ക്ലാസ് തുടങ്ങണം എന്നുള്ളത്. അപ്പോൾ അതിനുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തു. അതിനുള്ള കഴിവാക്കൂട്ടി ഉണ്ടുള്ളതുകൊണ്ട് എന്ന് ചെയ്തു ക്ലാസ് തുടങ്ങിയതാണ് ഹുദയ്ക്ക്. ഒരു ഓറഞ്ച് ബെൽറ്റ് ഒക്കെ കഴിഞ്ഞാൽ കുറച്ച് ഹാർഡ് എക്സസൈസ് ഒക്കെ തന്നെ, ഹാർഡായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ തുടങ്ങും. അപ്പോൾ സ്വാഭാവികമായിട്ട് ചെറിയ കുട്ടികളാണല്ലോ, അപ്പോൾ കുറച്ച് ദേഷ്യമൊക്കെ തോന്നും. അതേപോലെ തന്നെ ഇപ്പോൾ എനിക്ക് വല്ല ക്ലാസ് എടുക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഞാൻ ഇങ്ങനെ ഇരുന്നല്ലോ ക്ലാസ് എടുക്കുമ്പോൾ ചിന്തിക്കുന്നത് ഒക്കെ തോന്നാറുണ്ട്. ഒരു ക്ലാസ്സിൽ 5 കുട്ടികളുണ്ട്. 5 കുട്ടികൾ പലതരമായിരിക്കും. ആ സാറെന്നെ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ. ആ ഒരു
ഓരോ കുട്ടികൾക്കും മനസ്സിലാവുന്ന രീതി എങ്ങനെയാണ് ക്യാച്ച് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റുള്ളൂ. ഓരോരുത്തരുടെ രീതി മനസ്സിലാക്കണം, എന്നിട്ട് മാത്രമേ നമ്മൾ അതിനനുസരിച്ച് പറഞ്ഞു കൊടുത്താൽ അവർക്ക് വേഗം തലയിൽ കയറും. അങ്ങനെ ക്ലാസ് എടുക്കുന്നുണ്ട്. പെൺകുട്ടികൾ ഈ ഫീൽഡിലേക്ക് കൂടുതലായി കടന്നു വരണമെന്നല്ല എനിക്ക് പറയാനുണ്ട്. കാരണം കൂടുതൽ കുട്ടികൾക്ക് നേരെ പെൺകുട്ടികൾ എന്നല്ല ആൺകുട്ടികളായാലും തന്നെ, കാരണം എല്ലാ കുട്ടികളും നേരെ ഒരുപാട് പീഡന കേസും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ അവർക്ക് സ്വയം പ്രതിരോധിക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗവും കരാട്ടയാണ്. മറ്റുള്ള മാർഷൽ ആർട്സ് പോരാന്നല്ല, എല്ലാം നല്ല മാർഷൽ ആർട്സാണ്. പക്ഷേ കുറച്ചുകൂടി കരാട്ടയിൽ എളുപ്പം പ്രാക്ടീസ് ചെയ്യാനും പഠിക്കാനും പറ്റുന്നത് കരാട്ടയാണ്. കരാട്ട ഒരു കുറേ ആൾക്കാരെ കൂടെ പ്രാക്ടീസ് ചെയ്ത് അങ്ങനെയൊക്കെ വന്ന് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എല്ലാവരോടും സംസാരിച്ച് മിങ്കിളായി വരുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ആൾക്കാരുടെ ഇടയിൽ എത്തുമ്പോൾ നമുക്കൊരു എങ്ങനെ സംസാരിക്കണം എന്നുള്ളതൊക്കെ നമുക്ക് വേഗം മനസ്സിലാകുന്നത്. കരാട്ട അങ്ങനെയല്ല, എല്ലാ സ്ഥലത്തും പോയി കഴിഞ്ഞാൽ ഒരു ആൾക്കൂട്ടത്തിൻ്റെ ഇതായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ബോൾഡ് ആകാൻ പറ്റും തോന്നുന്നു കരാട്ട പഠിക്കുമ്പോൾ. പ്രവർത്തിക്കുന്നു. നമുക്കൊപ്പം തന്നെ അതിൻ്റെ ഉദ്യോഗസ്ഥരോടൊപ്പം ചേരുന്നുണ്ട്. റീജിയണൽ ഫയർ ഓഫീസർ ചേരുന്നു. എത്രമാത്രം വലിയ പ്രവർത്തനമാണിത്? ഞങ്ങൾ കഴിഞ്ഞ 3 ദിവസമായി ഞങ്ങൾ ഒരു ഭഗീരഥ പ്രയത്നത്തിലാണ്. ഈ 110 ഏക്കർ വരുന്ന യാർഡ് മൊത്തം പ്ലാസ്റ്റിക് ഡംപ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ പ്ലാസ്റ്റിക് തീപിടുത്തത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം അടിക്കുമ്പോഴേക്കും മേൽഭാഗം മാത്രമാണ് കൂളാവുകയും അതിൻ്റെ ഫ്ലെയിം കട്ടാവുകയും ചെയ്യും. പക്ഷേ അകത്തുള്ള തീ അതേ കണക്ക് തന്നെ നിലനിൽക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ടോട്ടൽ 110 ഏക്കറിനെ 6 സെഗ്മെൻറ്റായി തിരിച്ച് ഓരോ സെഗ്മെൻറ്റിലും 2 ഫയർ ടെൻഡറും 2 JCB, പിന്നെ ഈ വെള്ളം ഫീഡ് ചെയ്യാനായിട്ട് പുറത്തുനിന്ന് വെള്ളം എടുക്കും. കാര്യം ഇവിടെ യാർഡിലെങ്കിൽ വെള്ളം അവൈലബിൾ ഇല്ല. അപ്പോൾ നമ്മൾ വെളിയിൽ നിന്ന് ലോറികളിൽ വെള്ളം സപ്ലൈ ചെയ്യാണ്. അതിനുവേണ്ടി 1 ലോറി. അങ്ങനെ ഓരോ 6 യൂണിറ്റുകളായിട്ട് നിന്ന് വർക്ക് ചെയ്യുകയാണ്. JCB ഉപയോഗിച്ച് എല്ലാ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറുസൈഡിലോട്ട് തീ ഉൾപ്പെടെ മാറ്റിയ വെള്ളം തെളിച്ച് സെഗ്രിഗേറ്റ് ചെയ്ത് അങ്ങ് അറ്റം, പുഴയുടെ ലാസ്റ്റ് യാർഡിൻ്റെ അങ്ങേ അറ്റം വരെ പോയി തീ പൂർണ്ണമായി എക്സ്റ്റിങ്വിഷ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. അത് ഒറ്റയടിക്ക് കഴിയുന്ന പ്രവർത്തനമല്ല, നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. കൂടാതെ ദുഷ്കരമായ സാഹചര്യമാണ്. കാര്യം അന്തരീക്ഷം മൊത്തം പുകപടലമാണ്. നമുക്കൊരു നിശ്ചിത സമയത്തിൽ കൂടുതൽ ഇവിടെ എക്സ്പോസറായി നിൽക്കാൻ കഴിയില്ല. ഇപ്പം കാറ്റ് അനുകൂലമായതുകൊണ്ട് നമുക്കിവിടെ നിൽക്കാൻ തന്നെ കഴിയുന്നത്. അല്പം കഴിയുമ്പോൾ വിൻഡ് ഡയറക്ഷൻ മാറുകയാണെങ്കിൽ മൊത്തം നമുക്ക് ഈ പണികൾ നിർത്തിവെക്കേണ്ടി വരും. അങ്ങനെ ഒരു ഭയങ്കര പ്രതികൂലമായ ഒരു കാലാവസ്ഥയുടെ ഒരു പ്രശ്നം കൂടെ നമുക്കുണ്ട്. കഴിയുന്ന വേഗത്തിൽ ഇത് എത്രയും കഴിയുന്ന വേഗത്തിൽ തീർക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. കാര്യം നമ്മളും പരിശീലിതരായി കഴിഞ്ഞ 3 ദിവസമായി. അപ്പോൾ ഞങ്ങളെ സഹായിക്കാനായിട്ട് നമ്മുടെ അമ്യൂണിഷൻ ഡിപ്പോയുടെ ഉണ്ട്, ഡിഫൻസിൻ്റെ വണ്ടികളുണ്ട്, കൂടാതെ നേവിയുടെ വണ്ടിയുണ്ട്, പിന്നെ BPCLന്റെ വണ്ടി. അപ്പോൾ അങ്ങനെ പുറത്തുള്ള എക്സ്റ്റേണൽ ഏജൻസികൾ എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു സംയുക്തമായ ഒരു പ്രയത്നമാണ് നടക്കുന്നത്. കാര്യം കൊച്ചി നിവാസികളെ ആശങ്ക എത്രയും പെട്ടെന്ന് പരിഹരിക്കുന്നതിനാണ് നമ്മുടെ മാക്സിമം ലെവലാണ് ഞങ്ങൾ ചെയ്യുന്നത്. റീജിയണൽ ഫയർ ഓഫീസർ സുജിത് കുമാറാണ് നമ്മളോട് സംസാരിച്ചത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു. നേവിയുടെ 2 ഹെലികോപ്റ്ററുകൾ ഇത് ഓരോ ഇടവിട്ടും ഇവിടേക്ക് വെള്ളം എത്തിക്കുന്നു. ആകാശത്തു നിന്ന് വെള്ളം ഇവിടേക്ക് പമ്പ് ചെയ്യുന്നു. നേവിയുടെ ALH അതോടൊപ്പം സീക്കിംഗ് ഹെലികോപ്റ്ററുകളാണ് ഈ ദൗത്യത്തിൽ പങ്കെടുക്കുന്നത്. ഇന്ന് മുഴുവനായിട്ട് തന്നെ അവരത് തുടരുന്നു. നാളെ ഇതിന്റെ പുരോഗതി വിലയിരുത്തിയ ശേഷമായിരിക്കും അവർ മുന്നോട്ട് പോകുക. ഒപ്പം തന്നെയും BPCLന്റെ ഫയർ ഫൈറ്റിംഗ് യൂണിറ്റുകളും നേവിയുടെ തന്നെ മറ്റു യൂണിറ്റുകളും എല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ഒരു ദിവസം കൊണ്ട് പരമാവധി ഈ തീ നിയന്ത്രണ വിധേയമാക്കുക, പുക ശമിപ്പിക്കുക, കൊച്ചിയിൽ ഉയർന്നിരിക്കുന്ന ഈ പുകയുടെ ഭീതിയും രോഗഭീതിയും എല്ലാം തന്നെ അടക്കുക. ഒപ്പം തന്നെ നഗരത്തിലെ മാലിന്യ സംസ്കരണം പ്രതിസന്ധിയിലാണ്. ഇത് പരിഹരിച്ചാൽ മാത്രം അത് മുന്നോട്ട് പോകുക. അങ്ങനെ വലിയ വിഷയങ്ങളിലേക്ക് കൊച്ചി നഗരം കടക്കുന്നതിന് മുൻപ് തന്നെ ഇത് പരിഹരിക്കുക എന്ന രീതിയിലാണ് വലിയൊരു വിഭാഗം പേരും ഇവിടെ ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബ്രഹ്മപുരം പ്ലാന്റിൽ നിന്ന് ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീപിടുത്തത്തെ തുടർന്ന് കൊച്ചിയിലെ മാലിന്യ നീക്കം നിലച്ചു. വീടുകളിൽ നിന്നും ഹോട്ടലിൽ നിന്നുമുള്ള മാലിന്യങ്ങളാണ് നീക്കം ചെയ്യാൻ കഴിയാത്തത്. വൈകാതെ കാര്യങ്ങൾ പഴയ രീതിയിലാക്കാൻ കഴിയുമെന്നാണ് നഗരസഭാ അധികൃതർ പറയുന്നത്. അതേസമയം പ്ലാന്റിലെ തീ പൂർണ്ണമായും കെടുത്താൻ കഴിഞ്ഞിട്ടില്ല. പരിസരമാകെ